ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സക്സസ് അക്കാഡമി. അപ്പോൾ നമ്മൾ CHSL പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് CHSL 13 ഒക്ടോബർ 2020 ഷിഫ്റ്റ് 1 ചോദിച്ച മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിട്ടുമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് A is equal to 2 into sin raised to 6 theta plus cos raised to 6 theta minus 3 into sin raised to 4 theta plus cos raised to 4 theta, then the value of 3 alpha such that cos alpha is equal to root of 3 plus a divided by 5 plus a. ഓക്കെ, അപ്പോൾ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. എന്താണ്? A is equal to 2 into something അല്ലേ? കണ്ടുപിടിക്കേണ്ടത് എന്താണ്? 3 ആൽഫയാണ് കണ്ടുപിടിക്കേണ്ടത്. സച്ച് ദാറ്റ് കോസ് ആൽഫ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 3 പ്ലസ് എ ഡിവൈഡഡ് ബൈ 5 പ്ലസ് എ എന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് അപ്ലൈ ചെയ്യാം. ഇനി ഇവിടെ തീറ്റയ്ക്ക് ഒന്നില്ലെങ്കിൽ 0 അല്ലെങ്കിൽ 90 ഇട്ട് കൊടുത്താൽ, തീറ്റ 0 അല്ലെങ്കിൽ 90 ഇട്ട് കൊടുത്താൽ എന്ത് വരും? A ഇസ് ഈക്വൽ ടു 2 മൈനസ് 3 എന്ന് വരും. കാരണം സൈൻ 0 0 ആണ്, കോസ് 0 1 ആണ്, സൈൻ 90 1 ആണ്, കോസ് 90 0 ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ A ഇസ് ഈക്വൽ ടു എന്ത് വന്നു? A ഇസ് ഈക്വൽ ടു -1 എന്ന് വന്നു. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. കോസ് ആൽഫ ഇസ് ഈക്വൽ ടു നമുക്ക് തന്നിട്ടുണ്ട് റൂട്ട് ഓഫ് 3, A എത്രയാ? -1 ആണ്. 3 മൈനസ് 1 റൂട്ട് ഓഫ് 3 മൈനസ് 1 ഡിവൈഡഡ് ബൈ 5 മൈനസ് 1. അപ്പോൾ എന്ത് കിട്ടി? കോസ് ആൽഫ ഇസ് ഈക്വൽ ടു 3 മൈനസ് 1 2 ആണ്, 5 മൈനസ് 1 4 ആണ്. അപ്പോൾ എന്ത് കിട്ടി? റൂട്ട് ഓഫ് 1/2, അതായത് 1/√2. അപ്പോൾ കോസ് ആൽഫ 1/2 ആണെങ്കിൽ 1/√2 ആണെങ്കിൽ ആൽഫ എത്ര ആയിരിക്കും? 45 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, കോസ് ആൽഫ 1/√2 ആണെങ്കിൽ ആൽഫ എത്ര ആയിരിക്കും? 45 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നോക്കിയാൽ ചോദിച്ചിരിക്കുന്നത് 3 ആൽഫയാണ്. 3 × 45 ഡിഗ്രി 135 ഡിഗ്രിയാണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി 135 ഡിഗ്രിയാണ് കറക്റ്റ് ആൻസർ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് 117 cos square A plus 129 sin square A is equal to 120 and 170 cos square B plus 158 sin square B is equal to 161, then the value of cosec square A sec square B is equal to. ഓക്കെ, അപ്പോൾ നമുക്ക് ബേസിക് ഐഡൻറ്റിറ്റി അറിയാം. എന്താണ്? സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ എ ഇസ് ഈക്വൽ ടു 1 ആണെന്ന് നമുക്കറിയാം. ഓക്കെ, അത് വെച്ച് തന്നെ നമുക്ക് ചെയ്യാം. ഇനി ഇവിടെ ചോദിച്ചിരിക്കുന്നത് കൊസീക് സ്ക്വയർ എ ഇൻറ്റു സീക് സ്ക്വയർ ബി ആണ്. നമുക്കറിയാം കൊസീക് സ്ക്വയർ എ എന്ന് പറഞ്ഞാൽ എന്താണ്? 1/sin സ്ക്വയർ എ ആണ്. സീക് സ്ക്വയർ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? 1/cos സ്ക്വയർ ബി ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എയുടെ ടേം വരുമ്പോൾ സൈൻ ആക്കുക. അപ്പോൾ എങ്ങനെ വരും? 117 കോസ് സ്ക്വയർ എ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 മൈനസ് സൈൻ സ്ക്വയർ എ ആണ്, പ്ലസ് 129 സൈൻ സ്ക്വയർ എ ഇസ് ഈക്വൽ ടു എത്രയാണ്? 120. ഓക്കെ അല്ലേ? മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. 117 മൈനസ് 117 സൈൻ സ്ക്വയർ എ പ്ലസ് 129 സൈൻ സ്ക്വയർ എ ഇസ് ഈക്വൽ ടു 120. സോ 117 ഇങ്ങോട്ട് പോയി, അപ്പോൾ എന്തായി? 3 ആയി. മൈനസ് 117 പ്ലസ് 129 എത്രയാണ്? 12 സൈൻ സ്ക്വയർ എ ഇസ് ഈക്വൽ ടു 3. അപ്പോൾ സൈൻ സ്ക്വയർ എ എന്ത് കിട്ടി? സൈൻ സ്ക്വയർ എ 3/12 എന്താണ്? 1/4 ആണ്. അപ്പോൾ കൊസീക് സ്ക്വയർ എ എന്താണ്? ഇതിൻ്റെ റെസിപ്രോക്കലാണ് കൊസീക് സ്ക്വയർ എ. അപ്പോൾ എന്ത് കിട്ടി? 4 കിട്ടി. ഓക്കെ അല്ലേ? അപ്പോൾ കൊസീക് സ്ക്വയർ എ എന്ത് കിട്ടി? 4 കിട്ടി. ഇനി നമുക്ക് വേണ്ടത് സീക് സ്ക്വയർ ബി ആണ്. അത് അടുത്ത ഇക്വേഷനിൽ നിന്ന് കിട്ടും. അപ്പോൾ ഇതേപോലെ തന്നെ ചെയ്യുക. 170 കോസ് സ്ക്വയർ ബി പ്ലസ് 158 സൈൻ സ്ക്വയർ ബീനെ നമുക്ക് എങ്ങനെ എഴുതാം? 1 മൈനസ് കോസ് സ്ക്വയർ ബി. ഓക്കെ, ഇനി സിംപ്ലിഫൈ ആയാലോ? 170 കോസ് സ്ക്വയർ ബി പ്ലസ് 158 മൈനസ് ഇത് ഈക്വൽ ടു 161 എന്നുണ്ട്, ഈക്വൽ ടു 158 മൈനസ് 158 കോസ് സ്ക്വയർ ബി ഈക്വൽ ടു 161. ഇനി 158 ഇങ്ങോട്ട് പോയി, ഇവിടെ 3 ആയി. 170 മൈനസ് 158 എത്രയാണ്? 12 ആണ്. അപ്പോൾ 12 കോസ് സ്ക്വയർ ബി ഈസ് ഈക്വൽ ടു 3. സോ കോസ് സ്ക്വയർ ബി എത്ര കിട്ടി? 3/12 ദാറ്റ് ഈസ് 1/4. അപ്പോൾ കോസ് സ്ക്വയർ ബി 1/4 ആണെങ്കിൽ സീക് സ്ക്വയർ ബി എന്തായിരിക്കും? അവൻ്റെ റെസിപ്രോക്കലായിരിക്കും 4. ഓക്കെ, അപ്പോൾ സീക് സ്ക്വയർ ബിയും നമുക്ക് 4 എന്ന് കിട്ടി. അപ്പോൾ ഇൻറ്റു ചെയ്താൽ മതി. 4 × 4 എത്രയാണ്? 16 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ? മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. എ പേഴ്സൺ പർച്ചേസസ് 40 items at ₹10 each. He sells a part of them at 25% profit and the remaining at 10% loss. The net profit is 4% in this transaction. The number of items he sold at loss is. Okay അല്ലേ? ഇനി എന്താണ് പ്രോഫിറ്റ്? ഇവിടെ ലോസ്. പ്രോഫിറ്റ് എത്രയായിരുന്നു? 25% ആണ്.
ലോസ് എത്രയായിരുന്നു? -10 ആണ്. റിസൾട്ടിങ് അല്ലേ, റിസൾട്ടിങ് എന്താണ്? നെറ്റ് പ്രോഫിറ്റ് ആണ് കിട്ടിയിരിക്കുന്നത്. അത് എത്രയാണ്? 4% ആണ്. അപ്പോൾ മിക്സ്ഡ് റെൻ്റ് അലിഗേഷൻ അപ്ലൈ ചെയ്യുക. 25 - 4 21, 4 - 10 14. അപ്പോൾ ഏത് റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? 2:3 ഓക്കെ അല്ലേ. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ എന്തായിരിക്കും? 5. ഈ 5 ആണെന്ത്? 40. എത്രയാണ്? 40 ഐറ്റംസ് ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. 5 ആണ് 40. അങ്ങനെയാണെങ്കിൽ ചോദിച്ചിരിക്കുന്നത് ലോസ് ആണ്. ഇവിടെ ലോസിൻ്റെ വാല്യൂ 3 ആണ്. അപ്പോൾ 1ൻ്റെ വാല്യൂ 8, 3ൻ്റെ വാല്യൂ എത്രയാണ്? 24. അപ്പോൾ ഇതെങ്ങനെയാണ്? 24, 16 അങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ചോദിച്ചിരിക്കുന്നത് ലോസ് ആണ്. അപ്പോൾ നമ്പർ ഓഫ് ഐറ്റംസ് എത്രയാണ്? സോൾഡ് അറ്റ് ലോസ് 24. ഓക്കെ, ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ സിലിണ്ടറിക്കൽ വെസൽ with radius 6 cm and height 5 cm is to be made by melting a number of spherical metal balls of diameter 2 cm. The minimum number of balls needed is. ഓക്കെ, അതായത് ഒരു സിലിണ്ടറിക്കൽ വെസൽ എന്താണ്? നമ്പർ ഓഫ് സ്ഫെറിക്കൽ ബോൾസ് ആക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ നമ്പറുകൾ എത്രയാണ്? അപ്പോൾ ഇതിൻ്റെ വോളിയം രണ്ടിൻ്റെയും സെയിം ആയിരിക്കും. ഓക്കെ, വോളിയം എന്താണ്? വോളിയം ഓഫ് സിലിണ്ടർ എത്രയാണ്? πr²h ഈസ് ഈക്വൽ ടു ഓക്കെ πr²h ഈസ് ഈക്വൽ ടു എന്താണ്? വോളിയം ഓഫ് സ്ഫിയർ. വോളിയം ഓഫ് സ്ഫിയർ എന്താണ്? 4/3 πr³. ഓക്കെ അല്ലേ. പൈ ക്യാൻസൽ ചെയ്തു. ഇനി സിലിണ്ടറിൻ്റെ റേഡിയസ് എത്രയാണ്? r². എത്ര വന്നു? 6 × 6. ഹൈറ്റ് എത്രയാണ്? 5 ഈസ് ഈക്വൽ ടു 4/3 × r³. സ്ഫെറിക്കൽ ഡയമീറ്ററിൻ്റെ സ്ഫിയറിൻ്റെ ഡയമീറ്ററാണ് തന്നിരിക്കുന്നത്. എത്രയാണ്? 2 cm. അപ്പോൾ റേഡിയസ് എത്രയായിരിക്കും? അതിൻ്റെ പകുതി 1 cm. അപ്പോൾ 1 × 1 × 1 ഇതെന്താണ്? 1 തന്നെയാണ്. ഇനി ഇൻറ്റു ഇവിടെ എന്താ? ഒരു n ഉണ്ട് അല്ലേ. n നമ്പർ ഓഫ് ബോൾസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇൻറ്റു n ഉണ്ട്. ഇത് സിംപ്ലിഫൈ ചെയ്യാം. 2 × 3 ആണ് 6, 2 × 3 ആണ് 6. ഇനി നോക്കിയേ, ഈ 3 ഇങ്ങോട്ട് പോയാൽ 3 × 3 9, 9 × 3 27 × 5 135. ഓക്കെ, അപ്പോൾ n ഈസ് ഈക്വൽ ടു 135 എന്ന് കിട്ടും. ഓക്കെ അല്ലേ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ സം ഓഫ് 1200 വാസ് ടേക്കൺ അറ്റ് സിമ്പിൾ ഇൻട്രസ്റ്റ് അറ്റ് സം റേറ്റ്. ആഫ്റ്റർ 4 months ₹6,000 more was added and the total principal was charged at double the earlier rate of interest. At the end of the year, if the total interest was ₹2,800, what was the initial rate of interest? ഓക്കെ, അപ്പോൾ ഒരു സമ്മ് 12,000 ഇൻവെസ്റ്റ് ചെയ്യാണ്. അതിൻ്റെ ഇൻട്രസ്റ്റ് എന്തായിരിക്കും? നമ്മൾ ഇൻട്രസ്റ്റിൻ്റെ ബേസിക് ഫോർമുല I is equal to PRT divided by 100 എന്നാണ്. ഓക്കെ, അപ്പോൾ P × R × ടൈം എത്രയാണ്? എത്ര നാളത്തേക്കാണ് ഇൻവെസ്റ്റ് ചെയ്തത്? 4 മാസത്തേക്കാണ് ഇൻവെസ്റ്റ് ചെയ്തത്. സോ ഡിവൈഡഡ് ബൈ 100 × 12 പ്ലസ് ഇനി എന്ത് പറ്റി? 6000 കൂടി ആഡ് ചെയ്തു അല്ലേ. 4 മാസം കഴിഞ്ഞപ്പോൾ 6000 കൂടി ആഡ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ എത്ര വന്നു? 18,000 വന്നു. 12,000 + 6,000 18,000 വന്നു. ഇൻറ്റു റേറ്റ് എങ്ങനെയാണ് മാറിയത്? റേറ്റ് ഡബിളായി. അപ്പോൾ എന്താ? 2R ഇൻറ്റു ഇനി ബാക്കി എത്രയുണ്ട്? 8 മാസം കൂടി ഉണ്ട് അല്ലേ. അപ്പോൾ 8 ഡിവൈഡഡ് ബൈ 12 × 100 ഈസ് ഈക്വൽ ടു ഇതാണ് ടോട്ടൽ ഇൻട്രസ്റ്റ്. ടോട്ടൽ ഇൻട്രസ്റ്റ് എത്രയാണ് തന്നിരിക്കുന്നത്? 2,800. ഓക്കെ അല്ലേ. ഈസ് ഈക്വൽ ടു 2,800. ഇനി സിംപ്ലിഫൈ ചെയ്യാം. 0 0 കട്ടായി. 40R പ്ലസ് ഇനി 0 0 കട്ടായി. 12 × 15 ആണ് 180. 15 × 2 30. 30 × 8 240. സോ 240R ഈസ് ഈക്വൽ ടു എന്ത് വന്നു? 2,800 വന്നു. ഇനി ഇത് ആഡ് ചെയ്യുക. 280R ഈസ് ഈക്വൽ ടു 2,800. അങ്ങനെയാണെങ്കിൽ R എത്രയാണ്? 10. ഓക്കെ, R എത്ര കിട്ടി? 10%. ഓക്കെ, ഓപ്ഷൻ എ. ഓപ്ഷൻ എ ആയിരുന്നു കറക്റ്റ് ആൻസർ. R എത്രയാണ്? 10%. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇൻ ദ ഗിവൺ ഫിഗർ AC ആൻഡ് DE ആർ പാരലൽ. AC-യും ആരൊക്കെയാണ് പാരലൽ? AC-യും DE-യും പാരലാണ് അല്ലേ. അപ്പോൾ ഈ ആംഗിൾ A ആണെങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കും? A ആയിരിക്കും. ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് അല്ലേ. AC ആൻഡ് DE ആർ പാരലൽ. ആംഗിൾ CAB ഈസ് ഈക്വൽ ടു 38 ഡിഗ്രി. എത്രയാണ്? CAB ഈസ് ഈക്വൽ ടു 38 ഡിഗ്രി. അതായത്
2a ഈസ് ഈക്വൽ ടു 38 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ a ഈസ് ഈക്വൽ ടു എന്താണ് 19. അപ്പോൾ ഇവിടെ എന്തായി 19ആയി, ഇവിടെ 38ആയി. അങ്ങനെയാണെങ്കിൽ ബി എത്രയായിരിക്കും? നമ്മൾ നേരത്തെ തന്നെ കണ്ടുപിടിക്കുക. ബി 180 മൈനസ് അല്ലേ, ആംഗിൾ സം പ്രോപ്പർട്ടി അനുസരിച്ച് 180 മൈനസ് 38 പ്ലസ് 19 എത്ര വന്നു? 180 മൈനസ് 57. 180 മൈനസ് 57. ഓക്കെ, 180 മൈനസ് 57 ചെയ്യുക. 3 2 123. ഓക്കെ, അപ്പോൾ ആംഗിൾ ബി എത്ര വന്നു? 123 വന്നു. ഇനി ഈ ആംഗിൾ 19 ആണെങ്കിൽ ഈ ആംഗിൾ 19 ആയിരിക്കും. ഇനി ചോദ്യം എന്താ? ആംഗിൾ എ ബി സി പ്ലസ് 5 ആംഗിൾ സി ബി ഡി. ആംഗിൾ എ ബി സി, അതായത് ആംഗിൾ എ ബി സി എത്രയാണ്? 120 ആണ് അല്ലേ. ആംഗിൾ എ ബി സി ഇസ് ഈക്വൽ ടു 123. ഇനി ആംഗിൾ സി ബി ഡി എത്രയാണ്? സി ബി ഡി ആംഗിൾ എ ആണ് അല്ലേ. ആംഗിൾ സി ബി ഡി എത്രയാണ്? 19 ആണ്. ഓക്കെ, അപ്പോൾ ഇൻറ്റു 5 ചെയ്താൽ എത്രയായി? 95 ആയി. ഓക്കെ, ആംഗിൾ സി ബി ഡി എത്രയാണ്? 19 ആണ്. ഓക്കെ, അപ്പോൾ എന്ത് വന്നു? 123 പ്ലസ് 95. 5 പ്ലസ് 3 8 ആണ്. 8 വരുന്നത് എല്ലാത്തിലും ഉണ്ട്. അപ്പോൾ 123 പ്ലസ് 95 ചെയ്ത് നോക്കുക. 123 പ്ലസ് 95 8 11 218. ഓക്കെ, 218 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം. The average of 35 consecutive natural numbers is n. Dropping the first 10 numbers and including the next 10 numbers, the average is changed to m. If the value of m square minus n square is equal to 600, then the average of 3m and 5n is. ഓക്കെ, അതായത് എന്താണ് ചോദ്യം? 35 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ആവറേജ് എന്താണ്? n ആണ്. ഓക്കെ, ആദ്യത്തെ 10 നമ്പർ എടുത്തു കളഞ്ഞ ശേഷം അടുത്ത 10 നമ്പർ ആഡ് ചെയ്തപ്പോൾ ആവറേജ് എന്തായിട്ട് മാറി? എം ആയിട്ട് മാറി. ഇനി തന്നിരിക്കുന്നത് എം സ്ക്വയർ മൈനസ് എൻ സ്ക്വയർ 600 ആണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ 3എമ്മിൻ്റെയും 5n-ൻ്റെയും ആവറേജ് എത്രയാണെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ കാണിക്കാം. ഇപ്പോൾ 1 2 3 4 5. ഓക്കെ, ഈ 5 നമ്പറാണെന്ന് വിചാരിക്കുക. 1 2 3 4 5 ഒരു എക്സാമ്പിളായിട്ട്. ഇതിൻ്റെ ആവറേജ് എന്തായിരിക്കും? 3 ആയിരിക്കും. മനസ്സിലായല്ലോ? ഇതിൻ്റെ ആവറേജ് എന്തായിരിക്കും? 3 ആയിരിക്കും, അതായത് നടുക്കത്തെ വാല്യൂ. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? ആദ്യത്തെ 2 നമ്പർ എടുത്തു കളയുന്നു, 2 നമ്പർ ആഡ് ചെയ്യുന്നു. അതായത് എന്തായി? 3 4 5 2 നമ്പർ ആഡ് ചെയ്യാം. 6 7. ഓക്കെ അല്ലേ? അപ്പോൾ നടുക്കത്തെ നമ്പർ ഏതാ? 5. അപ്പോൾ ആവറേജ് എന്തായിട്ട് മാറി? 5 ആയിട്ട് മാറി. അതായത് 3-ൽ നിന്ന് എത്ര കൂടി? 2 കൂടി. ഓക്കെ അല്ലേ? മനസ്സിലായല്ലോ? 3-ൽ നിന്ന് എത്ര കൂടി? 2 കൂടി. അപ്പോൾ എന്താ മനസ്സിലായത്? ആദ്യത്തെ നമ്പർ എടുത്തു കളയും, 2 നമ്പർ എടുത്തു കളയും, 2 നമ്പർ ആഡ് ചെയ്യുകയും ചെയ്താൽ ആവറേജ് എത്രയാണോ നിങ്ങൾ എടുത്തു കളഞ്ഞിട്ട് ആഡ് ചെയ്യുന്നത് അത്രയും കൂടും ആവറേജ്. അതായത് ഇവിടെ 2 എടുത്തു കളഞ്ഞു, 2 ആഡ് ചെയ്തു, അപ്പോൾ 2 കൂടും. 3-ൽ നിന്ന് 5 ആയി. അപ്പോൾ 10 ആണെങ്കിലോ? 10 എടുത്തു കളഞ്ഞിട്ട് 10 ആഡ് ചെയ്താൽ ആവറേജ് എത്ര കൂടും? ഇതേപോലെ തന്നെ 10 കൂടും. ഓക്കെ, അപ്പോൾ ആ കൺസെപ്റ്റാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ 35 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സിൻ്റെ ആവറേജ് എത്രയാണ്? n ആണ്. ഓക്കെ അല്ലേ? ഇനി 10 നമ്പർ ഡ്രോപ്പ് ചെയ്തിട്ട് അടുത്ത 10 നമ്പർ ആഡ് ചെയ്താൽ എന്തായി? m ആയി. ഓക്കെ, ആ m എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? n + 10 ആയിരിക്കും. മനസ്സിലായല്ലോ? m എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? n + 10 ആയിരിക്കും. ഓക്കെ, ഇനി തന്നിരിക്കുന്ന എം സ്ക്വയർ മൈനസ് എൻ സ്ക്വയർ ഇസ് ഈക്വൽ ടു 600 എന്നാണ്. അപ്പോൾ നമുക്ക് എന്തെഴുതാം? m + n ഇൻറ്റു m - n ഈസ് ഈക്വൽ ടു 600. അങ്ങനെ എഴുതാലോ? m + n ഇൻറ്റു m - n ഈസ് ഈക്വൽ ടു 600. അങ്ങനെ എഴുതി. ഇനി ഈ n ഇങ്ങോട്ട് വന്നാൽ എന്തായി? m - n എന്തായി? 10 ആണ്. ഓക്കെ, m - n 10 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 10 അപ്ലൈ ചെയ്താൽ m + n എന്ത് കിട്ടും? 60 കിട്ടും. ഓക്കെ, അപ്പോൾ m - n എന്തായി? 10 ആയി. അങ്ങനെയാണെങ്കിൽ m എന്തായി? ഇത് 2 ആഡ് ചെയ്യുക, 2 കൊണ്ട് ഹരിക്കുക. അപ്പോൾ എത്രയായി? 35. n എന്തായി? ഇത് 2ഉം കുറയ്ക്കുക, 2 കൊണ്ട് ഹരിക്കുക, 25. അപ്പോൾ m ഈസ് ഈക്വൽ ടു 35, n ഈസ് ഈക്വൽ ടു 25. ഇനി ചോദിച്ചിരിക്കുന്നത് 3m ആണ്. 3m എത്രയാണ്? 3m 35 × 3 105. ഇനി 5n എത്രയാണ്? 5n 5 × 25 125. അപ്പോൾ എത്ര കിട്ടി? 10 3 230. ഓക്കെ അല്ലേ? ഇനി ഇതിൻ്റെ ആവറേജ് എത്രയാണ്? 230 ഡിവൈഡ് ബൈ 2 115. ഓക്കെ, അപ്പോൾ 115 ആണ് കറക്റ്റ് ആൻസർ. 230 ബൈ 2 115 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ? മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം. ഇൻ ദ ഗിവൺ ഫിഗർ
ആംഗിൾ എ സി ബി പ്ലസ് ആംഗിൾ ബി എ സി ഈസ് ഈക്വൽ ടു 80 ഡിഗ്രി. അതായത് ആംഗിൾ എ സി ബി 1, ആംഗിൾ ബി എ സി 2 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ 1 + 2 ആണ് എന്ത് 80 ഡിഗ്രി. ഇനി ആംഗിൾ ബി ഡി ഇ ഈസ് ഈക്വൽ ടു 35 ഡിഗ്രി. ആംഗിൾ ബി ഡി ഇ ഈസ് ഈക്വൽ ടു 35 ഡിഗ്രി. ഓക്കെ, ആംഗിൾ ബി സി ഇ ഈസ് ഈക്വൽ ടു 45 ഡിഗ്രി. ആംഗിൾ ബി ഈ ആംഗിൾ എത്രയാണ് 45 ഡിഗ്രി. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ആംഗിൾ സി ഇ ഡി എത്രയാണെന്നാണ് ചോദ്യം. ഇനി ഇവിടെ നോക്കാം, ആംഗിൾ സി ബി ഡി എന്തായിരിക്കും? എക്സ്റ്റീരിയർ ആംഗിൾ പ്രോപ്പർട്ടി അനുസരിച്ച് 1 + 2 ആയിരിക്കും അല്ലേ? 1 + 2, ആംഗിൾ 1 + 2 ആണ് കേട്ടോ. ആംഗിൾ 1 + 2. ആംഗിൾ 1 + 2 എത്രയാണ്? 80 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ആംഗിൾ എന്തായി? 80 ഡിഗ്രി. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു റൂള് പഠിച്ചു നോക്കുക. ഇങ്ങനെ ഒരു ഫിഗർ, ഓക്കെ, ഇങ്ങനൊരു ഫിഗർ, ഈ ആംഗിൾ 1 ആണ്, ഈ ആംഗിൾ 2 ആണ്, ഈ ആംഗിൾ 3 ആണെങ്കിൽ ഈ ആംഗിൾ ഇതിൻ്റെ എല്ലാം സമ്മായിരിക്കും 1 + 2 + 3. നമുക്കിവിടെ പ്രൂഫ് ഡിസ്ക്രൈബ് ചെയ്യാൻ സമയമില്ല. അപ്പോൾ നിങ്ങളിങ്ങനെ പഠിച്ചു നോക്കുക. ഇങ്ങനെ ഒരു ഫിഗർ, ഈ ആംഗിൾ 1 ആണ്, ഈ ആംഗിൾ 2 ആണ്, ഈ ആംഗിൾ 3 ആണെങ്കിൽ ഇതിൻ്റെ ഉത്തരം എന്തായിരിക്കും? 1 + 2 + 3 ആയിരിക്കും. അപ്പോൾ ഈ ആംഗിളിൻ്റെ സമ്മെല്ലാം എടുക്കുക. 45 + 35 80, 80 + 80 160. ഓക്കെ അല്ലേ? 160 ആണ് കറക്റ്റ് ആൻസർ. നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം. A man purchased a car for 12 lakhs and was insured for 80% of the cost. He sold the car at a 15% loss, but had not yet delivered it to the buyer when he met with an accident. After the accident, the car was damaged a lot, and the insurance company paid 90% of the insured amount. The net difference in the two transactions is. ഓക്കെ, അതായത് 12 ലക്ഷം രൂപയ്ക്ക് ഒരു മാൻ ഒരു കാർ പർച്ചേസ് ചെയ്യുന്നു. 80% അതിൻ്റെ കോസ്റ്റിന് അദ്ദേഹം ഇൻഷുർ ചെയ്യുന്നു. ഇനി അദ്ദേഹം ഒരു ആൾക്ക് അല്ലെങ്കിൽ ആ കാർ വിറ്റു. എന്താണ്? 15% ആ കാർ വിറ്റു. ഓക്കെ അല്ലേ? ഇനി അഥവാ ആ കാർ വിറ്റില്ലായിരുന്നെങ്കിൽ വിൽക്കണേക്ക് മുമ്പ് അയാൾക്കൊരു ആക്സിഡൻറ്റ് ഉണ്ടായി. ഓക്കെ, ആക്സിഡൻറ്റിന് ശേഷം കമ്പനി എന്താണ് കൊടുത്തിരിക്കുന്ന ഇൻഷുർഡ് ആയിട്ടുള്ള തുകയുടെ 90% കൊടുത്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ രണ്ട് ട്രാൻസാക്ഷനിലും ഉണ്ടായ ഡിഫറൻസ് എത്രയാണ്? അപ്പോൾ നമുക്ക് ചെയ്തു പോവാം. ഓക്കെ, 12 ലക്ഷം ഇൻറ്റു, ഓക്കെ, 12 ലക്ഷം ഇൻറ്റു എത്രയാണ് അദ്ദേഹം 15% ലോസാണ്. അപ്പോൾ എന്താണ്? ഇൻറ്റു 85/100 ആയിരിക്കും സെല്ലിംഗ് പ്രൈസ്. ഓക്കെ, 100%ആണിത്. 15% ലോസ് എന്ന് പറഞ്ഞാൽ സെല്ലിംഗ് പ്രൈസ് എന്തായി? 100ൽ നിന്ന് 15 കുറയ്ക്കുക, 85%. അപ്പോൾ ഇൻറ്റു 85/100. ഓക്കെ അല്ലേ? ഇനി ഇതെത്ര കിട്ടും? 85 × 12 850, 170, 02, 10, 20. ഓക്കെ, അപ്പോൾ 10, 20, 3, 0. ഓക്കെ, നിങ്ങളൊന്ന് കൂട്ടി നോക്കുക. 85 × 12 10, 20, 3, 0. 3, 0. അപ്പോൾ എത്ര കിട്ടി? 10,20,000 രൂപ. ഓക്കെ, 10,20,000 രൂപയാണ് ആദ്യത്തെ സെല്ലിംഗ് പ്രൈസ്. ഇനി എന്താണ്? അദ്ദേഹത്തിന് ആക്സിഡൻറ്റ് പറ്റി. ഇനി ആക്സിഡൻറ്റ് പറ്റിയ ശേഷം എത്രയാണ് അദ്ദേഹത്തിൻ്റെ തുക? 1,12,00,000 ഇൻറ്റു എത്ര ശതമാനം വരെയാണ് ഇൻഷുർ ചെയ്തിരിക്കുന്നത്? 80% ഇൻറ്റു എത്ര ശതമാനമാണ് ആ ഇൻഷുറൻസ് കമ്പനി കൊടുത്തത്? ഇതിൻ്റെ 90%. ഇതിൻ്റെ 90%. ഓക്കെ, അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുക. 2, 0 8. ഇനി 9 × 8 × 9 72 ആണ്. 72 × 12 എത്ര വരും? 72 × 12 ചെയ്ത് നോക്കുക. 144, 72, 4, 6, 8, 864. അപ്പോൾ എത്ര വരും? 864. എത്ര പൂജ്യമുണ്ട്? 1, 2, 3 പൂജ്യമുണ്ട്. ഓക്കെ, അപ്പോൾ 86,400 രൂപയാണ് അദ്ദേഹത്തിന് ഇടിച്ചതിന് ശേഷം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് ട്രാൻസാക്ഷൻ്റെയും ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ 10,20,000. ഇനി
ഇവിടെ ഒരു 0 കൂടി ഇവിടെ ഒരു 0 കൂടി വരും. 8,64,000. ഓക്കെ അല്ലേ? 8,64,000 ആണ് അദ്ദേഹത്തിന് വണ്ടി ഇടിച്ചതിന് ശേഷം കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇത് നിങ്ങൾ കുറച്ച് നോക്കുക, 1.56 lakhs കിട്ടും. ഓക്കെ, ഇവിടെ 156 നമുക്ക് ചെയ്ത് നോക്കാം. 0 0 0 6 11 5 9 1.56 lakhs. ഓക്കെ, 1.56 lakhs കിട്ടും. ആ, 1,56,000 1.56 lakhs. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. The value of a raised to 2/3 plus 2a square raised 2a raised to 1/2 plus 3a raised to 1/3 plus 2a raised to 1/6 plus 1 into a raised to 1/3 minus 2a raised to 1/6 plus 1 minus a raised to 1/2 into a raised to 1/2 minus 2 where a is equal to 7 is. ഓക്കെ, അപ്പോൾ ഇതൊരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇവിടെ ഏറ്റവും ചെറിയ പവർ എന്ന് പറഞ്ഞാൽ a raised to 1/6 ആണ് അല്ലേ? a raised to 1/6. അപ്പോൾ a raised to 1/6നെ നമുക്ക് x എടുക്കാം. a raised to 1/6നെ നമ്മൾ x എടുത്താൽ a raised to 2/3 എന്ത് കിട്ടും? a raised to 1/3 എന്ത് കിട്ടും? 1/3 x square എന്ന് കിട്ടും അല്ലേ? ഇതൊരു സ്ക്വയർ എടുത്താൽ 1/3 ആയിട്ട് മാറും. ഇനി അപ്പോൾ നമുക്ക് 1/6 കിട്ടി, 1/3 കിട്ടി, 1/2 ആണ് വേണ്ടത് അല്ലേ? ഇനി a raised to 1/2 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൻ്റെ ക്യൂബ് എടുത്താൽ മതി. അപ്പോൾ x ക്യൂബ് ആണ് a raised to 1/2. ഇനി a raised to 2/3 ആണ് വേണ്ടത്. സോ a raised to 1/3യുടെ സ്ക്വയർ എടുക്കുക. അപ്പോൾ എന്തായി? a raised to 2/3 ആയി. അത് നമുക്ക് എന്ത് കിട്ടും? x raised to 4 എന്ന് കിട്ടും. ഇനി ഇതെല്ലാം ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. a raised to 2/3 എന്ന് പറയുന്നത് എന്താണ്? x raised to 4 ആണ്. സോ x raised to 4 പ്ലസ് 2 ഇൻറ്റു a raised to 1/2 എന്ന് പറഞ്ഞാൽ എന്താണ്? 2x ക്യൂബ് പ്ലസ് 3 ഇൻറ്റു a raised to 1/3 3x സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു a raised to 1/6 എന്ന് പറഞ്ഞാൽ 2x പ്ലസ് 1 ഇൻറ്റു a raised to 1/3 x സ്ക്വയർ മൈനസ് 2 ഇൻറ്റു a raised to 1/6 എന്ന് പറഞ്ഞാൽ 2x ആണ് പ്ലസ് 1 മൈനസ് a raised to 1/2 എന്ന് പറഞ്ഞാൽ എന്താണ്? x ക്യൂബ് ആണ്. മൈനസ് x ക്യൂബ് ഇൻറ്റു a raised to 1/2 വീണ്ടും x ക്യൂബ് മൈനസ് 2. ഓക്കെ, ഇത് നിങ്ങൾ ഇവിടെ നോക്കിയാൽ ഇവിടെ ഇതെല്ലാം ഓരോരോ ഡിഗ്രീസാണ് അല്ലേ? ഓരോരോ വേരിയബിൾസ് ആണ്. എന്തൊക്കെ വേരിയബിൾസ് ഉണ്ട്? x raised to 4 ഉണ്ട്, x ക്യൂബ് ഉണ്ട്, x സ്ക്വയർ ഉണ്ട്, x ഉണ്ട്. ഇവിടെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന സംഖ്യ എന്താണ്? 1 മാത്രമാണ്. ഓക്കെ, അപ്പോൾ മിക്കവാറും 1 ആയിരിക്കും ഉത്തരം. ഇനി നിങ്ങൾ ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കുക. അപ്പോൾ മിക്കവാറും ഇത് ക്യാൻസൽ ആയിരിക്കും. നമുക്ക് നോക്കാം. x raised to 4 പ്ലസ് ഈ x സ്ക്വയർ അകത്തേക്ക് ഇടുക. അപ്പോൾ എന്ത് തോന്നും? x raised to 6 പ്ലസ് 2 ഇൻറ്റു x raised to 5 പ്ലസ് 3 ഇൻറ്റു x raised to 4 പ്ലസ് 2x ക്യൂബ് പ്ലസ് 2x സ്ക്വയർ. ഓക്കെ, മൈനസ് ഇനി 2x അകത്തേക്ക് വന്നപ്പോൾ 2x raised to 6 പ്ലസ് മൈനസ് 2x raised to 5 മൈനസ് 6x ക്യൂബ് മൈനസ് 4x സ്ക്വയർ മൈനസ് 2x. ഓക്കെ, ഇനി ഇവിടെ 1 ഉണ്ട്, അതായത് പ്ലസ് x raised to 4 ഈ 1 ഉണ്ട്, അതേക്ക് പ്ലസ് x raised to 4 പ്ലസ് 2x ക്യൂബ് പ്ലസ് 3x സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1. ഓക്കെ, ഇനി ഇതും കൂടി ഇതുപോലെ സിംപ്ലിഫൈ ചെയ്യുക. നിങ്ങൾ നോക്കുക, ഇതെല്ലാം ക്യാൻസലായി പോകും. ഓക്കെ, അവസാനം ഇതെല്ലാം ക്യാൻസലായി പോകും. അവസാനം ഈ 1 മാത്രമായിരിക്കും ബാക്കി വരിക. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഉത്തരം 1 ആണ്. ഓക്കെ, ഇതെങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ ഗസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇവിടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതിപ്പോൾ x ഇട്ടാലും ഡയറക്റ്റ് ചെയ്താലും ഇവിടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഓരോരോ വേരിയബിൾസാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നത് 1 മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു ഇൻഡിവിജ്വലായിട്ട് 1 മാത്രമേ വരുള്ളൂ. അപ്പോൾ ഏകദേശം ഇതിൻ്റെ എല്ലാം ഉത്തരം 1 ആയിരിക്കും. ഓക്കെ, ഇനി നിങ്ങൾക്ക് ചെയ്യാനാണ് താല്പര്യമെങ്കിൽ ഇതുപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നിങ്ങളിതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കുക. ഉത്തരം 1 ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം.
if 2 raised to x plus y minus 2z is equal to 8 raised to 8z minus 5 minus y, 5 raised to 4y minus 6z is equal to 25 raised to y plus z, 3 raised to 4x minus 3z is equal to 9 raised to x plus z, then the value of 2x plus 3y plus 5z is equal to. ഓക്കെ, ഇതെങ്ങനെ ചെയ്യും? നമുക്ക് ആദ്യം എ റേസ് ടു എം ഈസ് ഈക്വൽ ടു എ റേസ് ടു എൻ അല്ലേ? അങ്ങനെ വന്നാൽ എന്താണ്? എം ഈക്വൽ ടു എൻ ആവും. ഓക്കെ, അപ്പോൾ രണ്ട് ബേസ് സെയിം ആക്കാൻ നോക്കുക. അപ്പോൾ ആദ്യത്തെ നമ്പർ 2 റേസ് ടു എക്സ് പ്ലസ് വൈ മൈനസ് 2z ആണ് ഈക്വൽ ടു ഇവനെന്താക്കുക? 2 ക്യൂബ് എന്ന് എടുക്കുക അല്ലേ? 2 ക്യൂബ്, അപ്പോൾ 3 അങ്ങോട്ട് പോവും. അപ്പോൾ 2 ഇൻറ്റു 3 മൾട്ടിപ്ലൈ ആയി പോവും. 24z മൈനസ് 15 മൈനസ് 3y. ഓക്കെ, അപ്പോൾ എന്ത് വന്നു? എക്സ് പ്ലസ് വൈ മൈനസ് 2z ഈസ് ഈക്വൽ ടു 24z മൈനസ് 15 മൈനസ് 3y. ഓക്കെ, 3 മൾട്ടിപ്ലൈ ചെയ്തു. ഇനി സിംപ്ലിഫൈ ചെയ്യാം. എക്സ് അവിടെ തന്നെ മൈനസ് 3y ഇങ്ങോട്ട് വരുമ്പോൾ എന്തായി? പ്ലസ് 4y. അപ്പോൾ 3y പോയി. ഇനി മൈനസ് ഈ 24 ഇങ്ങോട്ട് വരുമ്പോൾ എന്തായി? മൈനസ് 24 ആയി. ഇവിടെ ഓൾറെഡി -2 ഉണ്ട്. അപ്പോൾ മൈനസ് 26z ഈസ് ഈക്വൽ ടു എന്ത് വന്നു? മൈനസ് 15. ഓക്കെ, അതായത് എക്സ് ഒരാളേ ഉള്ളൂ. എക്സ് അങ്ങനെ തന്നെ മൈനസ് 3y ഇങ്ങോട്ട് പോയപ്പോൾ പ്ലസ് 3y ആയി. y പ്ലസ് 3 4y. ഇനി അപ്പോൾ അത് പോയി. ഇനി 24z പ്ലസ് ആണ്, അങ്ങോട്ട് ചെല്ലുമ്പോൾ മൈനസ് ആവും. അപ്പോൾ -2 മൈനസ് 24 മൈനസ് 26z ഈസ് ഈക്വൽ ടു ഇനി ബാക്കിയുള്ളത് മൈനസ് 15 മാത്രം. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് നമുക്ക് കിട്ടിയ ഇക്വേഷൻ. അപ്പോൾ എന്ത് കിട്ടി? എക്സ് പ്ലസ് 4y ഇവിടെ എഴുതി വെക്കാം, സൈഡിൽ എഴുതി വെക്കാം. എക്സ് പ്ലസ് 4y മൈനസ് 26z ഈസ് ഈക്വൽ ടു മൈനസ് 15. ഓക്കെ അല്ലേ? ഇനി അതേപോലെ തന്നെ രണ്ടാമത്തെ ഇക്വേഷൻ നോക്കാം. ബേസ് ഒറ്റയടിക്ക് ഞാൻ സെയിം ആക്കുകയാണ്. അപ്പോൾ എന്ത് കിട്ടി? 4y മൈനസ് 6z ഈസ് ഈക്വൽ ടു ഈ 25 എന്നുള്ളത് എന്താണ്? 5 സ്ക്വയർ ആണ്. അപ്പോൾ 2 ഇങ്ങോട്ട് പോവും. 2y പ്ലസ് 2z. ഓക്കെ, എന്ത് കിട്ടി? 4y മൈനസ് 6z ഈസ് ഈക്വൽ ടു 5 സ്ക്വയർ ആണ്. 2y പ്ലസ് 2z. ഇനി ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? വൈൻ്റെയും ഇസഡിൻ്റെയും റേഷ്യോ കിട്ടും. അതായത് 2y ഈസ് ഈക്വൽ ടു ഈ 2 ഇങ്ങോട്ട് പോയി, 6 അങ്ങോട്ട് പോയി. 2y ഈസ് ഈക്വൽ ടു 6 പ്ലസ് 2 8z. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടി? y ബൈ z ഈസ് ഈക്വൽ ടു എന്ത് വന്നു? 4/1. ഓക്കെ, y ബൈ z എന്ത് വന്നു? 4/1. അത് നമ്മൾ ഇവിടെ എഴുതിയേക്കുവാണ്. y ഈസ് ടു z ഈസ് ഈക്വൽ ടു 4:1. ഇനി മൂന്നാമത്തെ ഇക്വേഷൻ നോക്കാം. 3 ആണ് ബേസ്. അപ്പോൾ ഞാനിവിടെ 3 സ്ക്വയർ ആക്കി. 2 മൾട്ടിപ്ലൈ ആയി പോവും. അപ്പോൾ എന്ത് ഡയറക്റ്റ് എഴുതാം? 4x മൈനസ് 3z ഈസ് ഈക്വൽ ടു 2x പ്ലസ് 2z. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് എക്സിൻ്റെയും ഇസഡിൻ്റെയും ഒരു റിലേഷൻ കിട്ടും. അപ്പോൾ ഇസഡ് മൈനസ് എക്സ് ആക്കാം. 4x മൈനസ് 2x ഈസ് ഈക്വൽ ടു 3z അങ്ങോട്ട് പോകുമ്പോൾ 3 പ്ലസ് 3 ആയി. 3 പ്ലസ് 2 5z. അപ്പോൾ ഞാനിവിടെ ഇസഡ് ബൈ എക്സ് എന്നാക്കാണ് റേഷ്യോ എടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ എന്ത് കിട്ടി? 2/5. ഓക്കെ, ഇസഡ് ബൈ എക്സ് എന്ന് എടുക്കുമ്പോൾ എന്ത് കിട്ടി? 2/5. മനസ്സിലായല്ലോ? അപ്പോൾ ഇസഡ് ഈസ് ടു എക്സ് എന്ത് കിട്ടി? 2/5. ഇനി നമുക്ക് രണ്ട് റേഷ്യോ കിട്ടിക്കഴിഞ്ഞു. y ഈസ് ടു z, z ഈസ് ടു എക്സ്. അപ്പോൾ ഡയറക്റ്റ് എഴുതാം. y ഈസ് ടു z ഈസ് ടു എക്സ് ഡയറക്റ്റ് എഴുതാം. ഇനി ഇവിടെ നോക്കിയാൽ ഇസഡ് 2 സെയിം ആക്കുക. ഇവിടെ 1 ആണ്, ഇവിടെ 2 ആണ്. അപ്പോൾ ഇവിടെ 2 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ എന്ത് തോന്നുന്നു? 8, 2, 5. ഓക്കെ അല്ലേ? 8, 2, 5. അപ്പോൾ എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് എത്ര വന്നു? എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് എത്ര വന്നു? 15 വന്നു. ഓക്കെ, ഇനി അസ്യൂം ചെയ്യാം ഇവരുടെ വാല്യൂസ് ഇത് തന്നെയാണെന്ന് അസ്യൂം ചെയ്യാം. എക്സ് ഈക്വൾ ടു 5, ഇസഡ് ഈക്വൾ ടു 2, വൈ ഈക്വൾ ടു 8. അവിടെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയേ എന്ത് വരും? എക്സ് ഈസ് ഈക്വൾ ടു 5. അപ്പോൾ എന്ത് വന്നു? 5 പ്ലസ് 4 ഇൻറ്റു വൈ എത്രയാണ്? 40 മൈനസ് 26 ഇൻറ്റു ഇസഡ് എത്രയാണ്? 26 ഇൻറ്റു 2 52. ഓക്കെ, അപ്പോൾ എത്ര വന്നു? എക്സ് പ്ലസ് 4y. എക്സ് എത്രയാണ്? 5 പ്ലസ് 4y. 4 ഇൻറ്റു 8 32 ആണ് കേട്ടോ. സോറി,
4 ഇൻറ്റു 8 32 ആണ്. മൈനസ് 26 ഇസഡ് എന്ന് പറഞ്ഞാൽ 2 ആണ്. 26 ഇൻറ്റു 2 52. ഓക്കെ, ഇതെന്ത് കിട്ടി? 5 പ്ലസ് 32 37 ആണ്. 37 മൈനസ് 52 മൈനസ് 15 ആണ്. അപ്പോൾ നോക്കിയേ, ഇങ്ങനെ ഒരു ചോദ്യം SSC തന്നത് എന്താണെന്ന് വെച്ചാൽ കറക്റ്റ് ഈ നമ്പർ തന്നെയായിരിക്കും സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടാവുക അല്ലേ? വേറെ ഒരു റിലേഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ എന്ത് കിട്ടി? മൈനസ് 15 അങ്ങനെ തന്നെ കിട്ടി. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? എക്സിൻ്റെ വാല്യൂ ഇത് തന്നെയാണ്, ഇസഡിൻ്റെ വാല്യൂ ഇത് തന്നെയാണ്, വൈൻ്റെ വാല്യൂ ഇത് തന്നെയാണ്. അപ്പോൾ എന്താ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടി? 2x. ഇനി 2x എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 ഇൻറ്റു 5 10 ആണ്. പ്ലസ് 3y എന്ന് പറഞ്ഞാൽ എന്താണ്? 3 ഇൻറ്റു 8 24 പ്ലസ് 5z എന്ന് പറഞ്ഞാൽ എന്താണ്? 5 ഇൻറ്റു 2 10 ആണ്. അപ്പോൾ എത്ര കിട്ടി? 24 പ്ലസ് 10 34 പ്ലസ് 10 44. അപ്പോൾ 44 ആണ് കറക്റ്റ് ഉത്തരം. ഓക്കെ അല്ലേ? ഓപ്ഷൻ എ. ഇനി അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. ഇൻ ദ ഫോളോയിങ് ഫിഗർ ഇഫ് ആംഗിൾസ് എ ബി സി ഇൻ ദ ഫോളോയിങ് ഫിഗർ ഇഫ് ആംഗിൾ എ ബി സി, ഞാൻ വരയ്ക്കുകയാണ്, ഈ ഫിഗർ ഒന്നും കൂടി വരയ്ക്കുകയാണ്. P F E D C B A. തന്നിരിക്കുന്ന ആംഗിൾ എ ബി സി ആണ് അല്ലേ? എ ബി സി 95. ഓക്കെ, എ ബി സി 95. എഫ് ഇ ഡി ഈ ആംഗിളാണ്. എഫ് ഇ ഡി 115. ഓക്കെ, ദെൻ ദി ആംഗിൾ എ പി സി ഇസ് ഈക്വൽ ടു എ പി സി. ഈ ആംഗിളാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ആംഗിളാണ് എ പി സി ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? എഫും എയും നമുക്കൊന്ന് ജോയിൻ ചെയ്ത് നോക്കാം. അപ്പോൾ എന്തായി? എ എഫ് സി ബി അതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലായി. നമുക്കറിയാം സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ഓപ്പോസിറ്റ് സൈഡ് എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇത് 95 ആണെങ്കിൽ ഇത് എത്രയായി? 85. ഓക്കെ, ഇത് 95 ആണെങ്കിൽ ഇത് എത്രയായി? 85. ഞാനിവിടെ അഡീഷണലായിട്ട് എയും എഫും കൂടി ഒന്ന് ജോയിൻ ചെയ്തു, അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായി? എ എഫ് സി ബി ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലായി. അങ്ങനെയാണെങ്കിൽ 95ൻ്റെ ഓപ്പോസിറ്റ് 85, അത് 180 ഡിഗ്രി ആയിരിക്കും. ഇനി അടുത്ത സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ നോക്കിയേ, എ ഡി ഇ എഫ് അതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അല്ലേ? ഇയുടെ ഓപ്പോസിറ്റ് ആണോ എ? അതെ. അപ്പോൾ അതിൻ്റെ ആംഗിൾ എന്തായിരിക്കും? 115ൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ എന്തായിരിക്കും? അത് രണ്ടും കൂടി കൂട്ടിയാൽ 180 കിട്ടണം. അപ്പോൾ എത്രയായിരിക്കും? 75 ആയിരിക്കും. സോറി, 75 അല്ല, 65. അതായത് 180 മൈനസ് 115 എത്രയാണ്? 65. ഓക്കെ, 65. ഇനി എഫ് എ പി ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. എഫ് എ പി ഈ രണ്ട് ആംഗിൾ തന്നിട്ടുണ്ട് 65, ഈ ആംഗിൾ തന്നിട്ടുണ്ട് 85. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എന്തായി? എക്സ്റ്റീരിയർ ആംഗിളായി. എക്സ്റ്റീരിയർ ആംഗിൾ പ്രോപ്പർട്ടി അനുസരിച്ച് ഇതിൻ്റെ സമ്മായിരിക്കും ഇവിടെ. അപ്പോൾ 85 പ്ലസ് 65 180. ഓക്കെ, 180 ആയിരിക്കും കറക്റ്റ് ആൻസർ. 150. ഓപ്ഷൻ എ. മനസ്സിലായല്ലോ? ഒന്നുകൂടി പറയാം. എഫും എയും കൂടി ജോയിൻ ചെയ്തു, രണ്ട് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ കിട്ടി. ഇവിടെ 95ൻ്റെ ഓപ്പോസിറ്റ് ആണ് ഇത്, അപ്പോൾ ഇത് 85 ആയി. ഇനി ഈ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ കൺസിഡർ ചെയ്തു, 115ൻ്റെ ഓപ്പോസിറ്റ് ആണിത്, അപ്പോൾ ഇത് 65 കിട്ടി. എഫ് എ പി എന്നുള്ള ട്രയാങ്കിൾ കൺസിഡർ ചെയ്തപ്പോൾ ഈ രണ്ടിൻ്റെയും എക്സ്റ്റീരിയർ ആംഗിൾ ആണ് ഇത്. ഓക്കെ, അപ്പോൾ എന്താണ്? ഇതിൻ്റെ സമ്മായിരിക്കും ഇത് 150. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് എ ഇസ് ഈക്വൽ ടു 3/7 ഓഫ് 4 1/5 ഡിവൈഡഡ് ബൈ 18/25 പ്ലസ് 17/24 ഓഫ് 289 divided by 16 plus 3/4 plus 2/3 the whole square. Then the value of 8a is equal to. ഓക്കെ, ഒരു സിംപ്ലിഫിക്കേഷൻ്റെ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഡയറക്റ്റ് ചെയ്തു പോവാം. 3/7 ഇൻറ്റു എത്രയാണ്? 21/5 ആണ്. 4 1/5 എന്ന് പറഞ്ഞാൽ 21/5 ആണ്. ഡിവൈഡ് ആണ് ഇനി ഇൻറ്റു 25/18 തലതിരിച്ച് എഴുതി പ്ലസ് 17/24. ഓക്കെ, ഇതാണ് ഫസ്റ്റ് പാർട്ട്. ഇനി ഓഫാണ് ഇൻറ്റു 289 ഡിവൈഡഡ് ബൈ 16 ഇൻറ്റു 3/4 പ്ലസ് 2/3 എത്രയാണ്? 3/4 പ്ലസ് 2/3 എത്രയാണ് കിട്ടുക? 9 പ്ലസ് 8 17/12. ഓക്കെ, 17/12 ദ ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ എന്താണ്? 289 ഡിവൈഡഡ് ബൈ 144. ഇനി ഇത് തിരിഞ്ഞു വരുമ്പോൾ എന്ത് വരും?
144 ഡിവൈഡഡ് ബൈ 289. ഓക്കെ ആണല്ലോ. ഇനി സിംപ്ലിഫൈ ചെയ്യാം. 7 ഇൻറ്റു 3 ആണ് 21, 5 ഇൻറ്റു 5 ആണ് 25, 3 ഇൻറ്റു 3 9 ആണ്, 9 ഇൻറ്റു 2 ആണ് 18. അപ്പോൾ എന്ത് കിട്ടി? 5/2 പ്ലസ് 17/24. 5/2 പ്ലസ് 17/24 എന്ത് കിട്ടും? 5/2 പ്ലസ് 17/24 ഇൻറ്റു, ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യുക. 289 ക്യാൻസലായി. 16 ഇൻറ്റു 9 ആണ് 144 ഇൻറ്റു 9. ഓക്കെ അല്ലേ? ഇനി ഇത് എന്താ? എയുടെ വാല്യൂ ആണ്. ഇൻറ്റു 8ഉം കൂടി ചെയ്താൽ എന്തായി? 8a ആയി. അപ്പോൾ അതിനു മുമ്പ് നമുക്കിതൊന്ന് നോക്കാം. ഇവിടെ 24 ആണ് LCM. അപ്പോൾ ഇവിടെ 12 കൊണ്ട് ഗുണിക്കുക, ഇവിടെയും 12 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ എന്തായി? 12 ഇൻറ്റു 5 60, 60 പ്ലസ് 17 77/24 ഇൻറ്റു 9 ഇൻറ്റു എന്ത് ചെയ്യാം? 8 കൊണ്ട് ഗുണിക്കുക. 8a അല്ലേ കാണണ്ടേ? നമുക്ക് 8a ആണ് കാണണ്ടേ. അപ്പോൾ ഇവിടെ 8 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ എന്ത് തോന്നുന്നു? 8 ഇൻറ്റു 3 ആണ് 24, 9/3 എന്ന് പറയുന്നത് 3 ആണ്. 77 ഇൻറ്റു 3 എത്രയാണ്? 77 ഇൻറ്റു 3 231. ഓക്കെ അല്ലേ? 77 ഇൻറ്റു 3 1 2 231. അപ്പോൾ 231 ആണ് കറക്റ്റ് ആൻസർ, ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം. 5 men and 8 women can complete a task in 34 days. അപ്പോൾ നമ്മൾ എന്തെഴുതി? 5 men plus 8 women can complete a task in 34 days. ഇനി whereas 4 men and 18 women can complete the same task in 28 days. അപ്പോൾ വർക്ക് സെയിം ആയല്ലോ. വർക്കിൻ്റെ ഫോർമുല എന്താ? മെൻ ഇൻറ്റു നമ്പർ ഓഫ് ഡേയ്സ് ആണ്. അപ്പോൾ 5 men plus 8 women into 34 is equal to 4m plus 18 women into 28. In how many days can the same task be completed by 3 men and 5 women? ഓക്കെ, അപ്പോൾ 3 men and 5 women എടുക്കുന്ന ദിവസം, ആ സെയിം ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ദിവസമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ ഒരു റിലേഷൻ കിട്ടി. ഇനി മെൻ ആൻഡ് വുമണിൻ്റെ റേഷ്യോ എടുക്കാം. അതായത് 2 വെച്ച് കട്ട് ചെയ്യാം. 17 ഇവിടെ എന്തോന്നു? 14 വന്നു. ഓക്കെ, 17 അങ്ങോട്ട് പോയി. 85m പ്ലസ് 17 ഇൻറ്റു 8 എത്രയാണ്? 136 വുമൺ ഈസ് ഈക്വൽ ടു 14 ഇൻറ്റു 4 56m പ്ലസ് 14 ഇൻറ്റു 18 എത്രയാണ്? 14 ഇൻറ്റു 18 ചെയ്ത് നോക്കുക. 72 18 2 36 ഇൻറ്റു 7 ആയിരുന്നു 252. ഓക്കെ, 252W. ഇനി ഇതിങ്ങോട്ട് വരട്ടെ. 85 മൈനസ് 56 എത്രയാണ്? 85 മൈനസ് 56 29 ആണ്. 29m ഈസ് ഈക്വൽ ടു 252 മൈനസ് 136. 252 മൈനസ് 136 എന്ന് പറയുന്നത് 116 ആണ്. 116W. ഇനി 29 ഇൻറ്റു 4 ആണ് 116. അപ്പോൾ മെൻ ബൈ വുമൺ ഈസ് ഈക്വൽ ടു എന്തോന്നു? 4:1 വന്നു. ഓക്കെ, ഇത് കട്ട് ചെയ്യാം. 4 ആയിരുന്നു. അപ്പോൾ മെൻ ബൈ വുമൺ എന്ത് കിട്ടിയ റേഷ്യോ? 4:1. മനസ്സിലായല്ലോ? അത് എഴുതി പോവാ. അപ്പം ഞാനിവിടെ എഴുതാണ്. മെൻ ബൈ വുമൺ എത്രയാണ്? 4:1 ആണ്. സോ മെന്നിൻ്റെ വാല്യൂ 4 ആണ്, വുമണിൻ്റെ വാല്യൂ 1 ആണ്. ഇനി നമ്മൾ ആദ്യം എഴുതിയല്ലോ ഏതെങ്കിലും ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് 4 men പ്ലസ് 18 വുമൺ ഇൻറ്റു എത്രയാണ്? 34. സെയിം വർക്കാണല്ലോ. ഈസ് ഈക്വൽ ടു എന്താണ്? ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. 3 men പ്ലസ് 5 വുമൺ ഇൻറ്റു നമ്പർ ഓഫ് ഡേയ്സ്. ഇതാണ് നമുക്കറിയില്ലാത്തത്. ഓക്കെ, നമ്പർ ഓഫ് ഡേയ്സ്. ഇനി മെന്നിൻ്റെ വാല്യൂ 4 ആണ്, ഡബ്ല്യൂയുടെ വാല്യൂ 1 ആണ്. അത് ഇവിടെ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടി? 4 ഇൻറ്റു 4, എമ്മിൻ്റെ വാല്യൂ 4 ആണ്. 4 ഇൻറ്റു 4 16 പ്ലസ് 18 ഇൻറ്റു 1. ഓക്കെ, അപ്പോൾ 16 പ്ലസ് 18 എത്രയാണ്? 16 പ്ലസ് 18 34 ആണ്. 34 ഇൻറ്റു 34 ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു എം. എം ഇവിടെ 4 ആണ്. 3 ഇൻറ്റു 4 12 പ്ലസ് 5 ഇൻറ്റു വുമൺ 1 ആണ്. 5 ഇൻറ്റു 1 5. അപ്പോൾ 12 പ്ലസ് 5 17. 17 ഇൻറ്റു ഡേയ്സ് ആണ്. 17 ഇൻറ്റു ഡേയ്സ്. നമുക്കറിയാം 17 ഇൻറ്റു 2 ആണ് 34. സോ 2 ഇൻറ്റു 34 എത്ര കിട്ടി? 68. ഓക്കെ, അപ്പോൾ ഡേയ്സ് ഈസ് ഈക്വൽ ടു 68 ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷനിൽ അതില്ല. നമുക്കൊന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് എവിടെ മിസ്റ്റേക്ക് പറ്റി? ഓക്കെ, അപ്പോൾ ഇത് മെൻ ബൈ വുമൺ നമുക്ക് 4:1 എന്ന് കിട്ടി. 5 men പ്ലസ് 8 വുമൺ
can complete a task in 34 days, which is equal to 3 men and 5 women. Okay, 3 men and 5 women into number of days. ചെക്ക് ചെയ്ത് നോക്കാം. 5 ഇൻറ്റു എം, 5 ഇൻറ്റു 4 20 ആണ്, അപ്പോൾ അതാണ് തെറ്റിയത്. 5 ഇൻറ്റു 4 20, 8 ഇൻറ്റു 1 8, അപ്പോൾ ഇവിടെ 28 ആണ് കേട്ടോ. 28 ഇൻറ്റു 34 ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 4 12 പ്ലസ് 5 ഇൻറ്റു 1 5, അപ്പോൾ 17 ഇൻറ്റു ടി. ഓക്കെ, 17 ഇൻറ്റു ടി. നമുക്ക് ആദ്യം മിസ്റ്റേക്ക് പറ്റിയതാണ്. 17 ഇൻറ്റു 2 ആണ് 34, 17 ഇൻറ്റു 2 ആണ് 34, അപ്പോൾ 28 ഇൻറ്റു 2 എത്രയാണ്? 56. ഓക്കെ, 56 ആണ് കറക്റ്റ് ആൻസർ, ഓപ്ഷൻ എ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുക, ഇതേപോലെ തെറ്റ് പറ്റാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ 56 ആണ്, ഓപ്ഷൻ എ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. 2145 ഈസ് ടു എക്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു 3003 ഡിവൈഡഡ് ബൈ 42. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് find the value of y so that x is to 2508 is proportional to y is to 11704 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ആദ്യം എക്സ് കണ്ടുപിടിക്കാം. ഇവിടെ നോക്കിയേ, 3 വെച്ച് ആദ്യം കട്ട് ചെയ്യാം. ഇവിടെ 14 വന്നു, ഇവിടെ എത്ര വന്നു? 1001 വന്നു. 7 വെച്ച് കട്ട് ചെയ്യാം 2, ഇവിടെ എത്ര വന്നു? 134 3 143. ഓക്കെ അല്ലേ? ഇനി 11 വെച്ച് കട്ട് ചെയ്യാം. ഇവിടെ 13, ഇവിടെ എത്ര വരും? 195 അല്ലേ? ഇനി 195 ഡിവൈഡഡ് ബൈ 13 എത്രയാണ്? 15 ആണ്. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടി? 15 കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ നിന്ന് എക്സ് ഈക്വൽ ടു 15 കിട്ടി. പക്ഷേ ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ വാല്യൂ ഓഫ് വൈ ആണ്. വേറെ ഒരു ഇക്വേഷനും കൂടി തന്നിട്ടുണ്ട്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? എക്സ് ഈസ് ഈക്വൽ ടു 15 കിട്ടി. ഇനി 15 ഡിവൈഡഡ് ബൈ 2508 ഈസ് ഈക്വൽ ടു y ഡിവൈഡഡ് ബൈ 11704. ഓക്കെ, അപ്പോൾ വൈയുടെ വാല്യൂ എന്ത് കിട്ടും? y ഈസ് ഈക്വൽ ടു 15 ഇൻറ്റു 11704 ഡിവൈഡഡ് ബൈ 2508. ഓക്കെ, 2 + 5 7 + 8 15 ആണ്. അപ്പോൾ ഇത് 3 വെച്ച് കട്ട് ചെയ്യും. 3 ഇൻറ്റു 5 15 ആണ്. 3 ഇൻറ്റു 8 24, റിമൈൻഡർ 1 3 6 836. ഇനി 836 ഇൻറ്റു ഡാഷ് ആയിരിക്കും 11704. നമുക്ക് ഇത് ഡയറക്റ്റ് പോകുമെന്ന് നോക്കാം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് 4 വെച്ച് കട്ട് ചെയ്യാം. 4 വെച്ച് കട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടി? 2 ഇൻറ്റു 8 0 9. ഇതാണെങ്കിൽ എന്താവും? 2 37 9 36 2 6 2926. ഇനി 11 വെച്ച് കട്ട് ചെയ്യാം. 11 വെച്ച് എങ്ങനെ കട്ട് ചെയ്യുന്നത് മനസ്സിലാവുന്നത്? ഓഡ് പൊസിഷനിലുള്ള നമ്പർ ആഡ് ചെയ്യുക, ഈവൻ പൊസിഷനിലുള്ള നമ്പർ ആഡ് ചെയ്യുക. അതിൻ്റെ ഡിഫറൻസ് ഒന്നില്ലെങ്കിൽ 0 അല്ലെങ്കിൽ 11ൻ്റെ മൾട്ടിപ്പിളോ ആയിരിക്കണം. ഇവിടെ നോക്കിയാൽ 2 + 9 11 ആണ്, 2 + 2 4 ആണ്, 9 + 6 15 ആണ്. അതിൻ്റെ ഡിഫറൻസ് 11 ആണ്. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടി? ഇത് 1 9. ഇനി ഇതെന്താ കിട്ടുക? 2 72 6 266. ഇനി 19 ഇൻറ്റു 14 ആണ് 266. 14 ഇൻറ്റു 5 എത്രയാണ്? 140 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ? മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 1/9 - 4√5 the whole square plus 1/9 + 4√5 the whole square. ഓക്കെ, അപ്പോൾ അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താണ് a + b the whole square? a² + b² + 2ab അല്ലേ? എന്താണ് a - b the whole square? a² + b² - 2ab. ഓക്കെ ആണോ? ഇനി ഇത് രണ്ടും കൂടി പ്ലസ് ചെയ്ത് നോക്കിയേ. a + b the whole square plus a - b the whole square എന്ത് കിട്ടും? ഇത് കൊണ്ട് ക്യാൻസലായി പോയി. 2 ഇൻറ്റു a² + b² എന്ന് കിട്ടും. ഇത് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. a + b the whole square plus a - b the whole square എന്താണ്? 2 ഇൻറ്റു a² + b². ഇനി നമ്മുടെ പ്രോബ്ലത്തിലേക്ക് വരാം. ഇതങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടി? 9 + ഇതങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 9 + 4√5
the whole square plus 9 minus 4 root 5 the whole square divided by ഇത് രണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ എന്ത് വരും 9 minus 4 root 5 into 9 minus 4 root 5 the whole square into 9 plus 4 root 5 the whole square. ഓക്കെ, ഇങ്ങനെ എഴുതാലോ. ഇനി 9 minus 4 root 5 ഇതെന്താ a minus b ഇൻറ്റു a പ്ലസ് ബി ഫോമാണ്. എ സ്ക്വയർ ഇവിടെ എന്താണ്, എ സ്ക്വയർ ഇവിടെ 81 ആണ്. ബി സ്ക്വയർ ഇവിടെ എന്താണ്, ബി സ്ക്വയർ 16 ഇൻറ്റു 5 80 ആണ്. സോ എ സ്ക്വയർ മൈനസ് ഇത് എ മൈനസ് ബി, ഇത് എ പ്ലസ് ബി ആണ്. അപ്പോൾ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്താണ് 1 വരും. അപ്പോൾ ഈ ഡിനോമിനേറ്റർ എന്തായി 1 ആയി. ഇനി ഇവിടെ നോക്കിയേ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ പ്ലസ് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്നാണ്. ഓക്കെ, അപ്പോൾ എന്താണ് അതിൻ്റെ ഉത്തരം 2 ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. ഇവിടെ എ എന്താണ് 9 ആണ്, ബി എന്താണ് 4 root 5 ആണ്. സോ നമുക്ക് ഡയറക്റ്റ് ഉത്തരം എഴുതാലോ. 2 ഇൻറ്റു എന്തോന്നു എ സ്ക്വയർ, എ 9 ആണ് 81 പ്ലസ് ബി സ്ക്വയർ, ബി 4 root 5 ആണ്. അപ്പോൾ 4 root 5 സ്ക്വയർ ചെയ്താൽ എന്ത് കിട്ടും 80 കിട്ടും. ഓക്കെ, അപ്പോൾ 2 ഇൻറ്റു 81 പ്ലസ് 80 അതായത് 2 ഇൻറ്റു 161 അതെന്തായി 322. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയറക്റ്റ് എഴുതാം 322 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് റൂട്ട് 3 പ്ലസ് 2 സൈൻ പി ഡിവൈഡഡ് ബൈ 1 minus 2 cos p the whole cube plus 1 plus 2 cos p divided by root 3 minus 2 sin p the whole cube. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഏറ്റവും എളുപ്പം സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി ഞാനിവിടെ കോസിന് 0 ഇട്ട് കൊടുത്താൽ ഇവിടെ 1 minus 1 0 ആയി പോകും. അപ്പോൾ ഡിനോമിനേറ്റർ 0 വരാൻ പാടില്ല. ആ രീതിയിൽ വേണം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യുക, പിക്ക് 30 ഡിഗ്രി ഇട്ട് കൊടുത്താൽ എന്ത് വരും, പിക്ക് 30 ഡിഗ്രി ഇട്ട് കൊടുത്താൽ എന്ത് വരും, റൂട്ട് 3 പ്ലസ് 2 ഇൻറ്റു സൈൻ 30 ഇവിടെ 1/2 ആണ്. ഞാനിവിടെ ഡയറക്റ്റ് എഴുതാണ്, ക്യാൻസലായി പോയി. അപ്പോൾ എന്ത് വന്നു, റൂട്ട് 3 പ്ലസ് 1 വന്നു. ഡിവൈഡഡ് ബൈ 1 മൈനസ് 2 ഇൻറ്റു കോസ് 30, കോസ് 30 ഇവിടെ എന്താണ് റൂട്ട് 3/2 ആണ് അല്ലേ. കോസ് 30 റൂട്ട് 3/2 ആണ്. 2 ഇൻറ്റു ക്യാൻസലായി 1 മൈനസ് റൂട്ട് 3 വന്നു. ഇത് ഹോൾ ക്യൂബ്. ഓക്കെ ആണല്ലോ. പ്ലസ് 1 പ്ലസ് 2 ഇൻറ്റു കോസ് പി എത്രയാണ്, കോസ് 30, പി 30 ആണ്. അപ്പോൾ ഇവിടെ റൂട്ട് 3/2 വന്നു. 2 ഇൻറ്റു ക്യാൻസലായി 1 പ്ലസ് റൂട്ട് 3 വന്നു. ഡിവൈഡഡ് ബൈ റൂട്ട് 3 മൈനസ് 2 ഇൻറ്റു സൈൻ 30 എന്താണ് 1/2 ആണ്. ഇത് ക്യാൻസലായി പോയി റൂട്ട് 3 മൈനസ് 1 വന്നു. ഓക്കെ, ദ ഹോൾ ക്യൂബ്. അപ്പോൾ നിങ്ങൾ ഇത് സിംപ്ലിഫൈ ചെയ്യാണ്ട് ഇതൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഇവിടെ റൂട്ട് 3 പ്ലസ് 1 ആണ്, ഇവിടെ 1 മൈനസ് റൂട്ട് 3 ആണ്. ഇവിടെയും റൂട്ട് 3 പ്ലസ് 1 ആണ് അല്ലേ. ഇവിടെ എന്താണ് റൂട്ട് 3 മൈനസ് 1 ആണ്. അപ്പോൾ ഇവിടെ റൂട്ട് 3 മൈനസ് 1 ആണ്, ഇവിടെ 1 മൈനസ് റൂട്ട് 3 ആണ്. അപ്പോൾ ഇവൻ എന്ത് ചെയ്യുക, ഈ മൈനസും കൂടെ പുറത്തെടുത്ത് നോക്കിയേ. അപ്പോൾ എന്ത് വരും, റൂട്ട് 3 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് റൂട്ട് 3 ദ ഹോൾ ക്യൂബ് മൈനസ് റൂട്ട് 3 പ്ലസ് 1 മൈനസ് പുറത്തെടുത്താൽ എന്തായി, ഇവിടെ മൈനസായി 1 മൈനസ് റൂട്ട് 3 ദ ഹോൾ ക്യൂബ്. ഓക്കെ, അപ്പോൾ ഇതെന്താണ്, ഇത് രണ്ട് സെയിം ആയി. എ മൈനസ് എ ഈക്വൽ ടു 0, അതായത് റൂട്ട് 3 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് റൂട്ട് 3 ദ ഹോൾ ക്യൂബ് മൈനസ് റൂട്ട് 3 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് റൂട്ട് 3 ദ ഹോൾ ക്യൂബ് എന്തായി 0. ഓക്കെ, അപ്പോൾ ആൻസർ എന്തായി 0 ആണ് കറക്റ്റ് ആൻസർ, ഓപ്ഷൻ ബി. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലത്തെ ക്വസ്റ്റ്യനിൽ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂഷൻ ട്രൈ ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ കിട്ടുന്നതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ദ ഗിവൺ ഫിഗർ എ ഡി ഈസ് ബൈസെക്ടർ ഓഫ് ആംഗിൾ സി എ ബി ആൻഡ് ബി ഡി ഈസ് ബൈസെക്ടർ ഓഫ് ആംഗിൾ സി ബി എഫ്. ഓക്കെ, അപ്പോൾ എ ഡി എന്താണ്, സി എ ബി ഇവിടെ ബൈസെക്ടറാണ്. ഇനി ബി ഡി അതായത് ബി ഡി ആംഗിൾ സി ബി എഫിൻ്റെ ബൈസെക്ടറാണ്. ഓക്കെ അല്ലേ. ഇഫ് ദ ആംഗിൾ അറ്റ് സി 34, ആംഗിൾ അറ്റ് സി 34, അങ്ങനെയാണെങ്കിൽ ആംഗിൾ എ ഡി ബി എത്രയാണ്, അങ്ങനെയാണെങ്കിൽ ആംഗിൾ എ ഡി ബി എത്രയാണ്. ഓക്കെ, അപ്പോൾ ഇതിനും ഒരു റൂളുണ്ട്, നിങ്ങളിങ്ങനെ പഠിച്ചു വെക്കുക. ഇൻറ്റീരിയർ ബൈസെക്ടർ നോക്കൂ, ഇൻറ്റീരിയർ ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ എ സി എ ബി, അതിൻ്റെ ബൈസെക്ടർ എ ഡി ആണ്. ഇതെന്താ എക്സ്റ്റീരിയർ ബൈസെക്ടർ ആണ്. സി ബി എഫിൻ്റെ ബൈസെക്ടർ ബി ഡി ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിള് എക്സ് ആണെങ്കിൽ ഈ ആംഗിള് x/2 ആയിരിക്കും, അതിൻ്റെ പാതി ആയിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു റൂൾ നിങ്ങൾ പഠിച്ചു വെക്കുക. അപ്പോൾ ഇവിടെ ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. എന്ത് ഉത്തരം വരും, 34ൻ്റെ പകുതി ആയിരിക്കും ഈ ആംഗിള്. അപ്പോൾ എത്രയായി 17 ആണ് കറക്റ്റ് ആൻസർ.
ഓക്കെ, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 17 ഡിഗ്രിയാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ നിങ്ങളിങ്ങനെ പഠിച്ചു വെക്കുക. ഒരു ഇൻറ്റീരിയർ ബൈസെക്ടറും ഒരു എക്സ്റ്റീരിയർ ബൈസെക്ടറും വന്നു കഴിഞ്ഞാൽ ഈ ആംഗിൾ എക്സ് ആണെങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കും? ഇത് രണ്ടും ബൈസെക്ടേഴ്സ് ആയിരിക്കണം. ഈ ആംഗിൾ എക്സ് ആണെങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കും? x/2 ആയിരിക്കും. ഇത് 34 ആണെങ്കിൽ ഇത് അതിൻ്റെ പകുതി 17 ആയിരിക്കും. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. എ സെൽസ് ആൻ ഐറ്റം അറ്റ് 20% പ്രോഫിറ്റ് ടു ബി. ബി സെൽസ് ദി സെയിം അറ്റ് 10% പ്രോഫിറ്റ് ടു സി and receives rupees 1,32,000. Had C purchased the same item from A, he would have spent 5% less than what he spent with B. What profit would A have made then? ഓക്കെ, എന്താണ് ചോദ്യം? ഒരു ഐറ്റം എയിൽ നിന്ന് ബി വാങ്ങുന്നു, അതായത് ബി 20% ലാഭത്തിനാണ് വിൽക്കുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് ഡയറക്റ്റ് എഴുതി പോവാം എ ബി സി. ഇപ്പോൾ എ 100 രൂപയുടെ ഒരു ഐറ്റം ബിക്ക് വിൽക്കുന്നു, 20% ലാഭത്തിനാണെങ്കിൽ എത്രയായിരിക്കും? 120. ഇനി ബി അതെന്തായി? 10% സിക്കാണ് വിൽക്കുന്നത് അല്ലേ? അപ്പോൾ ബിയുടെ 120ൻ്റെ 10% എത്ര? 12. അതിനോട് കൂട്ടിയാൽ എത്രയാണ്? 132. ഓക്കെ, അപ്പോൾ ബി അത് സിക്ക് വിൽക്കുന്നത് എത്രയാണ്? 132 രൂപയ്ക്കാണ്. ഇനി അതായത് ആൻഡ് റിസീവ്സ് ആരാണ്? ബിക്ക് കിട്ടുന്നു അല്ലേ? 132 രൂപ കിട്ടുന്നു. അപ്പോൾ ഇവിടെ 132 ആണ്, ഇവിടെ എന്താണ്? 1,32,000 ആണ്. അപ്പോൾ എന്ത് ചെയ്യാം? ഇവിടെ 3 0 ആഡ് ചെയ്യാലോ, ഇവിടെ 3 0 ആഡ് ചെയ്യാം, ഇവിടെ 3 0 ആഡ് ചെയ്യാം. അപ്പോൾ എന്ത് വന്നു? ഇത് 1 ലക്ഷം ആണെങ്കിൽ ഇതെന്തായി? 1,20,000, 1,32,000. കണക്കെല്ലാം കറക്റ്റ് ആയല്ലോ. ഇനി ചോദ്യം, ഇനി കണ്ടീഷൻ എന്താണ്? ഇവിടെ ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. ഹാഡ് സി പർച്ചേസ്ഡ് ദ സെയിം ഐറ്റം ഫ്രം എ. അതായത് എയിൽ നിന്നും ഡയറക്റ്റ് ആയിട്ടാണ് സി വാങ്ങിച്ചിരുന്നതെങ്കിൽ ഹീ വുഡ് ഹാവ് സ്പെൻഡ് 5% ലെസ് ദാൻ വാട്ട് ഹീ സ്പെൻഡ് വിത്ത് ബി. ബിയിൽ നിന്ന് എത്ര തുകയ്ക്കാണോ സി മേടിച്ചത് അല്ലേ? ഇത് സിൻ്റെ കോസ്റ്റ് പ്രൈസ് ആണ്. ബിയിൽ നിന്ന് എത്ര തുകയ്ക്കാണോ സി മേടിച്ചത് അതിൻ്റെ 5% കുറവായിരിക്കും എയിൽ നിന്ന് ഡയറക്റ്റ് മേടിച്ചു കഴിഞ്ഞാൽ. അതായത് ഇതിൻ്റെ 5% എടുക്കുക, ഇതിൻ്റെ 5% എടുക്കുക. എന്ത് വന്നു? 132 × 5 എത്രയാണ്? 660 വരും. 132 × 5 ചെയ്ത് നോക്കാം. 10 6 660 ഒരു 0. 6,600 രൂപ കുറച്ച് കിട്ടിയേനെ. അപ്പോൾ ഇതിൽ നിന്ന് 6,600 രൂപ കുറയ്ക്കുക. ഓക്കെ, 1,32,000 നിന്ന് 6,600 കുറയ്ക്കുക. അപ്പോൾ എന്ത് വന്നു? 0 0 4. ഇവിടെ എത്രയാണ്? 11 11 - 6 5. ഇനി ഇവിടെ എത്ര വന്നു? 2. ഓക്കെ, അപ്പോൾ എത്ര വന്നു? 1,25,400 രൂപയ്ക്ക് എയ്ഡ് കയ്യിൽ നിന്ന് ഡയറക്റ്റ് കിട്ടിയേനെ. ഓക്കെ അല്ലേ? അപ്പോൾ നോക്കി, അപ്പോൾ എയുടെ ലാഭം എത്ര? ഇതങ്ങോട്ട് കുറച്ചാൽ മതിയല്ലോ. 1 ലക്ഷം രൂപ എയുടെ കോസ്റ്റ് പ്രൈസ്, ഇത് വിറ്റത് 1,25,400 രൂപയ്ക്ക്. ഇതിന് ഡിഫറൻസ് എത്രയാണ്? 25,400 രൂപയാണ് എയ്ക്ക് ലാഭം. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്നെ ഒന്നുകൂടി പറയാം. ഇപ്പോൾ എ ഇത്ര രൂപയ്ക്ക് വാങ്ങിച്ചു എയുടെ കോസ്റ്റ് പ്രൈസ്. ബിക്ക് 20% ലാഭത്തിന് കൊടുത്തു. അപ്പോൾ എത്രയായി? 120 ആയി. ബി ഇനി സിക്ക് 10% ലാഭത്തിന് കൊടുത്തു, 132 ആയി. അപ്പോൾ ഇവിടുത്തെ തുക 132 3 0 ആണ്, 1,32,000 ആണ്. അതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് ഇവിടെ ആഡ് ചെയ്തു 3 0 3 0. അപ്പോൾ എന്തായി തുകകൾ? 1 ലക്ഷം, 1,20,000, 1,32,000. ഇനി സി ഇത് ബിയുടെ കയ്യിൽ നിന്ന് മേടിച്ചപ്പോഴാണ് ഈ തുക 1,32,000. എയുടെ കയ്യിൽ നിന്ന് മേടിച്ചായിരുന്നെങ്കിലോ 5% കൂടി കുറഞ്ഞേനെ. അപ്പോൾ ഇതിൻ്റെ 5% എടുക്കുക, 6,600. ഇതിനോട് കുറയ്ക്കുക, എത്രയായി? 1,25,400 രൂപയ്ക്ക് കിട്ടിയേനെ. അങ്ങനെയാണെങ്കിൽ എയുടെ ലാഭം എന്താണെന്ന് നോക്കുക, ഇത് രണ്ടും കുറച്ച് നോക്കുക, എത്ര കിട്ടും? 25,400 രൂപ. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് നമ്പേഴ്സ് ഈസ് ഡിവിസിബിൾ ബൈ 6? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 6ൻ്റെ ഡിവിസിബിലിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 2ഉം 3ഉം ഡിവിസിബിൾ ആവുന്ന നമ്പേഴ്സ് നോക്കുക. അപ്പോൾ ഇത് 2 ഓക്കെയാണ്. 4 + 8 12, 2 + 3 5. അപ്പോൾ ഇത് പറ്റില്ല. ഓക്കെ, 3ൻ്റെ ഡിവിസിബിലിറ്റി പറ്റില്ല. ഇനി 6 പറ്റും, 2 + 4 6, 1 പറ്റോ? ഇല്ല. അപ്പോൾ ഇതും 3ൻ്റെ ഡിവിസിബിലിറ്റി ആവില്ല. ഇനി ഇത് 2ൻ്റെ ഡിവിസിബിലിറ്റി അല്ല, ഓഡ് ഡിജിറ്റാണ്, ലാസ്റ്റ് ഓഡാണ്. അപ്പോൾ ബാക്കിയുള്ള ഇതായിരിക്കും ഉത്തരം. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. The distance between 2 railway stations is 1176 km. To cover this distance, an express train takes 5 hours less than a passenger train
while the average speed of the passenger train is 70 km/h less than that of the express train, the time taken by the passenger train to complete the travel is. ഓക്കെ, അപ്പോൾ രണ്ട് ട്രെയിൻ ഉണ്ട്, നമുക്ക് എഴുതി പോവാം. എക്സ്പ്രസ് ട്രെയിനും ഉണ്ട്, എക്സ്പ്രസ് ട്രെയിൻ, പാസഞ്ചർ ട്രെയിൻ, എക്സ്പ്രസ് ട്രെയിൻ, പാസഞ്ചർ ട്രെയിൻ. അപ്പോൾ നമ്മൾ ടൈമും സ്പീഡും ജസ്റ്റ് എഴുതുകയാണ്. നോക്കിയേ, എക്സ്പ്രസ് ട്രെയിനാണ് സ്പീഡ് കൂടുതൽ, അതായത് എക്സ്പ്രസ് ട്രെയിൻ ടേക്സ് 5 hours ലെസ്. അപ്പോൾ ഇവിടെ ടൈം ടേക്കൺ ടി ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും, ടി മൈനസ് 5 ആയിരിക്കും. മനസ്സിലായല്ലോ, ഇവിടെ ടി ആണെങ്കിൽ ടി മൈനസ് 5 ആയിരിക്കും. ഇനി while the average speed of passenger train is 70 km/h less than that of the express train. അപ്പോൾ എക്സ്പ്രസ് ട്രെയിനിൻ്റെ സ്പീഡ് എസ് ആണെങ്കിൽ പാസഞ്ചർ ട്രെയിനിൻ്റെ സ്പീഡ് എന്തായിരിക്കും, എസ് മൈനസ് 70 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ ഇക്വേഷന് കിട്ടി ചെയ്താൽ കിട്ടുമായിരിക്കും, പക്ഷേ ഇതേപോലത്തെ ക്വസ്റ്റ്യനിൽ ഓപ്ഷൻ വെച്ച് ചെയ്യണമായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് ഒന്ന് ജസ്റ്റ് ഓപ്ഷൻ ഇട്ട് നോക്കാം. ടൈം ടേക്കൺ ബൈ ദി പാസഞ്ചർ ട്രെയിൻ ടു കംപ്ലീറ്റ് ദ ട്രാവൽ ഈസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് 1176 ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ ആണ്. അപ്പോൾ ഇതിൽ നിന്ന് ഓരോ ടൈം എടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ടുള്ള സ്പീഡ് കിട്ടണം അല്ലേ. അപ്പോൾ നോക്കാം, 12 വെച്ച് കട്ടാവും നോക്കിയേ, 12 വെച്ച് കട്ട് ചെയ്താൽ നോക്കിയേ, 1176 ഡിവൈഡഡ് ബൈ 12 കട്ട് ചെയ്യാലോ. 1176 ഡിവൈഡഡ് ബൈ 12, 9 12 × 9 108, 96 8 98. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടി, ചോദിച്ചിരിക്കുന്നത് എക്സ്പ്രസ് പാസഞ്ചർ ട്രെയിനിൻ്റെ ടൈമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പാസഞ്ചർ ട്രെയിൻ ഓപ്ഷൻ എ ഒന്ന് ഇട്ട് കൊടുത്തു. പാസഞ്ചർ ട്രെയിനിൻ്റെ ടൈം 12 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവൻ്റെ സ്പീഡ് എത്രയാണ്? ഓക്കെ, ഇത് എസ് ആണെങ്കിൽ ഇത് എസ് പ്ലസ് 70 ആണ് കേട്ടോ, അല്ല എസ് മൈനസ് 70 തന്നെയാണ്. ഓക്കെ, ടി 12 ആണ്. അങ്ങനെയാണെങ്കിൽ 1176 ഡിവൈഡഡ് ബൈ 12 എത്ര കിട്ടി, 98 കിട്ടി. ഓക്കെ, അപ്പോൾ ഇതെന്തായിരുന്നു, എസ് മൈനസ് 70 ആണ്. ഓക്കെ, അപ്പോൾ എസ് മൈനസ് 70 ആണ് എന്ത് കിട്ടിയിരിക്കുന്നത്, 98 എന്ന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത് 98 ആണ്. ഓക്കെ, നമ്മളവിടെ അസ്യൂം ചെയ്താണ് ഇത് 98 ആണ്. അങ്ങനെയാണെങ്കിൽ എസ് എത്രയായിരിക്കും, 98 + 70 എത്രയായിരിക്കും, 8, 168. അപ്പോൾ ഇവിടെ എസ് 168 ആണ്. ഓക്കെ, അതായത് എക്സ്പ്രസ് ട്രെയിനിൻ്റെ സ്പീഡ് എന്ത് കിട്ടി, 168 കിട്ടി. ഇനി നമുക്ക് 1176നെ 168 വെച്ച് ഹരിച്ച് നോക്കാം. എത്ര കിട്ടും, 168 ഇൻറ്റു ഇവിടെ നോക്കിയേ, ഇവിടെ 12 ആണെങ്കിൽ ഇവിടെ എത്ര കിട്ടണം, 7 ആണ് കിട്ടേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ കറക്റ്റാണ്, ഡയറക്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ 168 × 7 ചെയ്ത് നോക്കാം. 168 × 7 5 7 4 1176 കണ്ടോ, 168 × 7 ആണ് എന്ത്, 1176. അപ്പോൾ ഇവിടെ എന്ത് കിട്ടി, ഇവിടെ 7 കിട്ടി. അപ്പോൾ ഇനി ചെക്ക് ചെയ്ത് നോക്കാം, 7ഉം 12ഉം എത്ര മണിക്കൂർ വ്യത്യാസമുണ്ട്, 5 മണിക്കൂർ വ്യത്യാസമുണ്ട്. ഓക്കെ അല്ലേ, 5 മണിക്കൂർ വ്യത്യാസമുണ്ട്. അപ്പോൾ അതിനർത്ഥം എന്താ, ഇതാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ 12 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ നിങ്ങൾ കൺവെൻഷണൽ ആയിട്ടുള്ള രീതിയിൽ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ചെയ്യും, ഇപ്പോൾ ടി എടുക്കുക, ഒരു ട്രെയിൻ T-5 ആണെങ്കിൽ മറ്റേ പാസഞ്ചറിൻ്റെ ടി ആയിരിക്കും, അതായത് 5 hours കുറവാന്ന് തന്നിട്ടുണ്ട്. ഇനി സ്പീഡ് നോക്കാം, സ്പീഡ് എന്താണ്, എക്സ്പ്രസ് ട്രെയിൻ എസ് ആണെങ്കിൽ പാസഞ്ചറിന് എന്തായിരിക്കും, എസ് മൈനസ് 70 ആയിരിക്കും. ഓക്കെ, എസ് മൈനസ് 70 ആയിരിക്കും. ഇനി ഇത് ഇക്വേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും. ഇനി അതിനേക്കാട്ടും എളുപ്പം എന്താണ്, ഓപ്ഷൻ വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനാണ്. ഇവിടെ നോക്കിയാൽ 2317ഉം എന്തായാലും ഡയറക്റ്റായിട്ട് 1176നെ ഹരിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എലിമിനേറ്റ് ചെയ്യാം, വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. 18 ആണെങ്കിൽ പോലും 9 വെച്ച് കട്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയാൽ 7 + 6 13 14 15 ആണ്, 15 വരെ വരുന്നുള്ളൂ. അപ്പോൾ അതും പറ്റില്ലായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഓപ്ഷൻ തന്നെ ഇപ്പോൾ 12 എടുത്ത് നോക്കുകയാണെങ്കിൽ 2 × 3 ആണ്, അത് ഡിവിസിബിൾ ആവും. അപ്പോൾ 12 വെച്ച് നമ്മൾ നോക്കി എത്ര കിട്ടി, ടൈം നമ്മൾ 12 ആണെന്ന് അസ്യൂം ചെയ്തു, പാസഞ്ചർ ട്രെയിനിൻ്റെ ടൈം 12 ആണെന്ന് അസ്യൂം ചെയ്തു. അപ്പോൾ അവൻ്റെ സ്പീഡ് എന്ത് കിട്ടി, 98 ആണ്. 98നെക്കാട്ടും 70 km കൂടുതലായിരിക്കും എക്സ്പ്രസ് ട്രെയിൻ. അപ്പോൾ അവൻ്റെ സ്പീഡ് എന്തായി അസ്യൂം ചെയ്തു, എന്താകും, 168 ആകും. അങ്ങനെയാണെങ്കിൽ അവനെടുക്കുന്ന ടൈം നോക്കുക, 1176 ഡിവൈഡഡ് ബൈ 168 ചെയ്തപ്പോൾ എന്ത് കിട്ടി, 7 കിട്ടി. ഓക്കെ, 7 കിട്ടി. അപ്പോൾ നമുക്ക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ആണെന്ന് നോക്കൂ. അപ്പോൾ എന്താണ്,
പാസഞ്ചർ ട്രെയിൻ 12 ആണെങ്കിൽ എക്സ്പ്രസ് ട്രെയിൻ എടുക്കുന്ന ടൈം 7 ആണ്. അവരുടെ ഡിഫറൻസ് 5 ആണ്. ഓക്കെ, അവരുടെ ഡിഫറൻസ് 5 ആണ്. അപ്പോൾ നമ്മുടെ എന്താ ഓപ്ഷൻ കറക്റ്റായിട്ട് വന്നു. അപ്പോൾ അതാണ് ഉത്തരം. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി DI ക്വസ്റ്റ്യൻ ആണ്. ഞാൻ എപ്പോഴും DI ക്വസ്റ്റ്യൻ ഒരുമിച്ച് ഗ്രൂപ്പ് ചെയ്ത് ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ശരിക്കും ഒരു CHSLO അല്ലെങ്കിൽ CGLO എക്സാം എഴുതുമ്പോൾ DIയുടെ ക്വസ്റ്റ്യൻ ചിലപ്പോൾ റാൻഡം ആയിട്ടായിരിക്കും വരിക, ഒരുമിച്ചല്ല വരിക ചിലപ്പോൾ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ DIയുടെ നിങ്ങൾക്ക് തരുന്ന റഫ് ഷീറ്റിൽ DIയുടെ ക്വസ്റ്റ്യൻസ് എല്ലാം ഇങ്ങനെ നോട്ട് ചെയ്യുക, സ്കിപ്പ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ലാസ്റ്റ് അത് ചെയ്യാൻ നിൽക്കുക. കാരണം ചിലപ്പോൾ കുറച്ച് കാൽക്കുലേറ്റീവ് ആവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി DIയിലേക്ക് പോവാം. എന്താണ് ക്വസ്റ്റ്യൻ? The percentage of customers of two network operators P and Q across cities A, B, C, D, E is shown in the given pie charts. ഓക്കെ, അപ്പോൾ 2 ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. എന്താണ്? ഓപ്പറേറ്റർ P, ഓപ്പറേറ്റർ Q. A, B, C, D, E എന്താണ്? സിറ്റീസാണ്. A, B, C, D, E എന്താണ്? സിറ്റീസാണ്. അപ്പോൾ ഈ പൈ ചാർട്ടിൽ തന്നിരിക്കുന്നത് അവരുടെ കസ്റ്റമേഴ്സിൻ്റെ പെർസെൻറ്റേജ് ആണ്. അതായത് ഓപ്പറേറ്റർ P അവരുടെ സിറ്റീസിലെ A കസ്റ്റമേഴ്സ് എത്രയാണ്? 25%, B ആണെങ്കിൽ 13, C 15, D 19, E 28. അതേപോലെ തന്നെ ഓപ്പറേറ്റർ Q. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. Based on the information in the pie charts, if the customers of operator P are 3.6 lakhs and the customers of operator Q are 4.2 lakhs. അപ്പോൾ ഇവിടെ എന്താണ്? 3,60,000. ഇങ്ങനെ എഴുതാണ് കേട്ടോ ഞാൻ. 3.6 ലക്ഷത്തിന് 3,60,000 എഴുതി. ഇനി Q ആണെങ്കിൽ എത്രയാണ്? 4.2 ലക്ഷം. അപ്പോൾ 4,20,000. 4,20,000. The positive difference between the customers of the operators E. അതായത് then in the city C. ഓക്കെ, C എന്ന സിറ്റിയിലെ പോസിറ്റീവ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ കസ്റ്റമേഴ്സ് ഓഫ് ദി ഓപ്പറേറ്റേഴ്സ്. ഈ 2 ഓപ്പറേറ്റേഴ്സിൻ്റെ കസ്റ്റമേഴ്സിൻ്റെ ഡിഫറൻസ് കാണാം ഏത് സിറ്റിയിലെ? സിയിലെ. ഓക്കെ, അപ്പോൾ സിറ്റി സിയിലെ കസ്റ്റമേഴ്സ് എത്രയാണ്? 15% അല്ലേ? ഇൻറ്റു 15/100 ഇൻറ്റു 15/100. ഇത് എത്ര കിട്ടും? 36 × 15 എത്രയാണ്? 540. എത്ര? 540. എത്ര പൂജ്യം ഉണ്ട്? 2 പൂജ്യം. അപ്പോൾ 54,000. 54,000 ആണ് സിയിലെ കസ്റ്റമേഴ്സ്. ഇനി ഇവിടെ നോക്കാം. 4,20,000 ഇൻറ്റു സിയിൽ ഇവിടെ എത്രയാണ് പെർസെൻറ്റേജ്? 23% ആണ്. അപ്പോൾ ഇൻറ്റു 23/100. 2 പൂജ്യം കട്ട് ചെയ്തു. എത്രയാണ്? 42 × 23. 42 × 20 840. 3 126. 6 6 9. 2 പൂജ്യം. അപ്പോൾ എത്ര വന്നു? 96,600 വന്നു. എത്രയാണ്? 96,600. ഇതാണ് എന്ത്? സി എന്ന സിറ്റിയിലെ ടോട്ടൽ കസ്റ്റമേഴ്സിൻ്റെ പെർസെൻറ്റേജ്. ചോദിച്ചിരിക്കുന്നത് ഇവർ ഡിഫറൻസ് ആണ്. 96,600 മൈനസ് 54,000 ആണ് ചോദിച്ചിരിക്കുന്നത്. ഡിഫറൻസ് കാണാം. 96,600 മൈനസ് 54,000. 0 0 6 2 42,600. 42,600 ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഇതേപോലെ DIയിലെ ക്വസ്റ്റ്യൻ കാൽക്കുലേറ്റീവ് ആണെങ്കിൽ പോലും നിങ്ങളുടെ കാൽക്കുലേഷൻ സ്ട്രോങ് ആണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ കാൽക്കുലേഷൻ ശ്രദ്ധിക്കുക, സ്ട്രോങ് ആക്കാൻ ശ്രമിക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ ഫോളോയിങ് ഗ്രാഫ് ഷോസ് ദ പ്രൊഡക്ഷൻ ഓഫ് പാഡി ഇൻ ദ അഗ്രികൾച്ചറൽ ലാൻഡ് അവൈലബിൾ അറ്റ് 6 places S1, S2, S3, S4, S5, S6. ഏരിയ ഇൻ ഹൺഡ്രഡ്സ് ഓഫ് ഹെക്ടേഴ്സ് ആൻഡ് പ്രൊഡക്ഷൻ ഇൻ 1000 of tons. ഓക്കെ, അപ്പോൾ ഇത് ബ്ലൂ എന്താണ്? ഏരിയ ആണ്. പാഡി ഫീൽഡ്സിൻ്റെ പാഡി അഗ്രികൾച്ചറൽ ഫീൽഡ്സിൻ്റെ ഏരിയ ആണ്. ഇനി ഇത് പ്രൊഡക്ഷനാണ്. അപ്പോൾ ബ്ലൂ ഏരിയ ആണ്, അതായത് ലാൻഡ് ആയിരിക്കും. ഇതെന്താണ്? ഓറഞ്ച് എന്താണ്? പ്രൊഡക്ഷനാണ്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ബേസ്ഡ് ഓൺ ദ ഇൻഫോർമേഷൻ ദ പ്രൊഡക്ഷൻ റേഷ്യോ. ഓക്കെ, പ്രൊഡക്ഷൻ റേഷ്യോ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. പ്രൊഡക്ഷൻ റേഷ്യോ എന്താണ്? പ്രൊഡക്ഷൻ ടു ലാൻഡ് ആണ്. സോ P/A ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈസ് ഹയസ്റ്റ് ആൻഡ് ലോവസ്റ്റ് റെസ്പെക്റ്റീവ്ലി. ഓക്കെ, ഹയസ്റ്റ് ആൻഡ് ലോവസ്റ്റ് റെസ്പെക്റ്റീവ്ലി. അപ്പോൾ S1 എന്താണ്? ഓക്കെ, നമുക്കിവിടെ ചെയ്തു പോവാം. S1 ഈസ് ഈക്വൽ ടു പ്രൊഡക്ഷൻ ടു ലാൻഡ് ആണ്. ഇവിടെ പ്രൊഡക്ഷൻ ഓറഞ്ചാണ്. സോ 765 ഡിവൈഡഡ് ബൈ 415. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. 765 ഡിവൈഡഡ് ബൈ 415 എത്ര കിട്ടും? അപ്രോക്സിമേറ്റ്ലി 1.84 ആയിരിക്കും കിട്ടുക. 1.84. ഇനി S2 നോക്കുക. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അതായത്
765 ഡിവൈഡഡ് ബൈ 415. നിങ്ങൾ ചെയ്ത് നോക്കുക 1.84. ഇനി S2 ആണെങ്കിലോ 856 ഡിവൈഡഡ് ബൈ 390. S3 ആണെങ്കിൽ 729 ഡിവൈഡഡ് ബൈ 356. S4 ആണെങ്കിൽ എന്താണ് S4? 964 ഡിവൈഡഡ് ബൈ 550. നിങ്ങൾ പോസ് ചെയ്തിട്ട് വേണം ഇത് ചെയ്ത് നോക്കാം കേട്ടോ, എൻ്റെ കൂടെ ചെയ്യരുത്, പോസ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഇനി S4 കിട്ടി. S5 നമുക്ക് ഇവിടെ എഴുതാം തൽക്കാലം. 580 ഡിവൈഡഡ് ബൈ 280. S6 എന്താണ്? 864 ഡിവൈഡഡ് ബൈ 440. ഓക്കെ, അപ്പോൾ നമുക്ക് S1 1.84 എന്ന് കിട്ടും. ഇനി 856 ഡിവൈഡഡ് ബൈ 390 ചെയ്ത് നോക്കുക. 390 ഇൻറ്റു 2 എത്രയാണ്? 780 ആണ്. അപ്പോൾ ഇത് 2-നേക്കാട്ടും വലുതായിരിക്കും. അപ്പോൾ 2 നിങ്ങൾ ചെയ്ത് നോക്കുക 2.19 ആയിരിക്കും. നിങ്ങൾ ചെയ്ത് നോക്കുക 2.19 ആയിരിക്കും. ഇനി S3 എത്രയാണ്? 729 ഡിവൈഡഡ് ബൈ 356. ഓക്കെ, 356 ഇൻറ്റു 2 എത്രയാണ്? 712. 712 നിന്ന് കുറച്ച് കൂടുതലേ ഉള്ളൂ. അപ്പോൾ എന്തായിരിക്കും? 729 ഡിവൈഡഡ് ബൈ 356. നിങ്ങൾ ചെയ്ത് നോക്കുക 2.04 ആയിരിക്കും. 2.04. ഇനി S4 എന്തായിരിക്കും? 964 ഡിവൈഡഡ് ബൈ 550. ഓക്കെ, ഇനി 964 ഡിവൈഡഡ് ബൈ 550 എത്രയാണ്? 1.7 സംതിങ് ആയിരിക്കും. 1.7 സംതിങ് ആയിരിക്കും. ഇനി S5 നോക്കുക 580 ഡിവൈഡഡ് ബൈ 280. ഇതൊന്ന് ചെയ്ത് നോക്കാം. 580 ഡിവൈഡഡ് ബൈ 280. കാരണം എന്താണെന്നറിയോ? 280 ഇൻറ്റു 2 എന്താണ്? 560. 560-നേക്കാട്ടും കുറച്ച് കൂടുതലാണ് 580. അപ്പോൾ നമ്മൾ അവിടെ 2.04ഉം ഇതും കൂടി ഒരു ക്ലാഷ് വരും. അപ്പോൾ നമുക്കിത് ചെയ്ത് നോക്കാം. അപ്പോൾ 280 ഇൻറ്റു 2 ആണ് 560. എത്ര വന്നു? 21.2. ഇനി ഇതെത്രയാണ്? 0 വന്നു. 2000 വന്നു. 2000 എത്ര? 2.09 സംതിങ് അല്ലെങ്കിൽ 7 സംതിങ് വരും. 280 ഇൻറ്റു 7 എത്ര വരും? 7 6 5 14 1960. ഉണ്ടോ? 1960. അപ്പോൾ 2.07 വരും. അപ്പോൾ ഇതെന്താണ്? 2.07. ഇനി അടുത്ത് നോക്കാം 864 ഡിവൈഡഡ് ബൈ 440. 864 ഡിവൈഡ് ബൈ 440 ചെയ്ത് നോക്കാം. 864 ഡിവൈഡ് ബൈ 440 എന്തായാലും 1 പോയിൻറ്റ് സംതിങ് ആയിരിക്കും. ഇനി ഇവിടെ നോക്കിയേ 440 ഇൻറ്റു 2 ആണ് 880. അപ്പോൾ എന്താണ്? 1.9 സംതിങ് ആയിരിക്കും അല്ലേ? ഇരട്ടിയുടെ തൊട്ടടുത്താണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് എഴുതാം എന്തായാലും 440 4 2 424.4240. അപ്പോൾ നമ്മൾ 44 ഇൻറ്റു 9 ചെയ്യാണ്. 44 ഇൻറ്റു 9 63 4 ഇൻറ്റു 9 36 396. അപ്പോൾ 3960. ഓക്കെ, അപ്പോൾ എത്ര? 0 14 മൈനസ് 6 8 വന്നു. 11 മൈനസ് 9 2 വന്നു. 280. ഇനി 1.9 ആണ് വന്നിരിക്കുന്നത്. 1.9 നമുക്ക് കിട്ടുമെന്ന് നോക്കാം. ഹയസ്റ്റ് ഇവിടെ നോക്കിയേ 1.84 2.19 2.04 1.7 സംതിങ് 2.07 1.9 സംതിങ്. ഏതാണ് ഹയസ്റ്റ്? 2.19 ആണ് ഹയസ്റ്റ്. ഓക്കെ, 2.19 ആണ് ഹയസ്റ്റ്. ഇനി ലോവസ്റ്റ് നോക്കാം. ലോവസ്റ്റ് നോക്കിയേ എത്രയാണ് ലോവസ്റ്റ്? 1.84 2.19 2.04 1.7 സംതിങ് 2.07 1.9 സംതിങ്. അപ്പോൾ ഇവിടെ 1.7 സംതിങ് ആണ് ലോവസ്റ്റ്. സോ S4 ആണ് ലോവസ്റ്റ്, S2 ആണ് ഹയസ്റ്റ്. ഹയസ്റ്റ് ആൻഡ് ലോവസ്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. S2 S4. ഓക്കെ ആണല്ലോ, മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ. The following graph shows the expenditure on education sector by Indian government for the years 2014-15 to 2019-20. അപ്പോൾ 14-15 to 19-20 എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള എക്സ്പെൻഡിച്ചറാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി ക്വസ്റ്റ്യനിലേക്ക് പോവാം. If the government plans to increase the expenditure by 30% on the average of the expenditure 2016-17, 17-18, 18-19, then the approximate amount to be spent in 2020-21. അതായത് ഇനി പുതിയൊരു ഘട്ടത്തിൽ 2021 ഈ മൂന്നിൻ്റെയും ആവറേജിൻ്റെ 30% വർധനവിൽ, അതായത് 130% 2021 ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യാലോ. അപ്പോൾ
16, 17, 17, 18, 18, 19ൻ്റെ ആവറേജ് എടുക്കുക. എന്ത് കിട്ടും? 720 പ്ലസ് 820 പ്ലസ് 845. അപ്പോൾ എന്ത് കിട്ടി? 5, 8, 8 പ്ലസ് 18, 16 പ്ലസ് 7, 2385. ഇതാണ് സമ്മ്. ഇവരുടെ ആവറേജ് എത്ര വരും? 795. ഓക്കെ, 795 ആണ് ആവറേജ്. ഇതിൻ്റെ എത്രയായിരിക്കും? 130% 20, 21 വരിക. സോ 795 ഇൻറ്റു 13 ഡിവൈഡഡ് ബൈ 10. 795 ഇൻറ്റു 13 എത്രയാണ്? ചെയ്ത് നോക്കുക. 795 ഇൻറ്റു 13 ചെയ്ത് നോക്കുക. 15, 8, 2, 23, 795, 5, 13, 3, 10335 ഡിവൈഡഡ് ബൈ 10. അപ്പോൾ 1033.5 എന്ന് വരും. ഓക്കെ, 1033.5 മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് ചോദ്യം എന്തായിരുന്നു? ഈ 2016, 17, 17, 18, 18, 19 ഇതിൻ്റെ ആവറേജ് എടുത്തിട്ട് 30% വർധനവ് പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതാ? 20, 21 അത് എത്രയായിരിക്കും എന്നായിരുന്നു ചോദ്യം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആവറേജ് എത്ര വന്നു? 795 വന്നു. അതിൽ നിന്ന് 30% കൂട്ടിക്കഴിഞ്ഞാൽ എന്തായി? 130% അപ്പോൾ 795ൻ്റെ 130% എന്ത് വന്നു? 1033.5 എന്ന് വരും. ഓക്കെ, നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. The following graph gives the performance of 5 students A, B, C, D, E in Maths, Physics and Chemistry. ഓക്കെ, അപ്പോൾ 5 സ്റ്റുഡൻസിൻ്റെ പെർഫോമൻസ് ആണ് ഈ ഗ്രാഫിൽ. ഇനി ചോദിച്ചിരിക്കുന്നത് എന്താണ്? തന്നിരിക്കുന്നത് മാത്സ് ബ്ലൂ ആണ്, ഫിസിക്സ് ഓറഞ്ച് ആണ്, ആഷ് കളർ എന്താണ്? കെമിസ്ട്രി ആണ്. ഓക്കെ അല്ലേ? ഇനി ബേസ്ഡ് ഓൺ ദ ഗിവൺ ഇൻഫർമേഷൻ ചോദ്യം നോക്കുക. ബേസ്ഡ് ഓൺ ദ ഗിവൺ ഇൻഫർമേഷൻ considering that a performance is based on the difficulty level of the paper, which of the following statement is correct? ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അതിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ചോദ്യം. ഓക്കെ, മാത്സ് ഈസ് ഈസിയർ ഫോർ ബി ദാൻ ഫോർ ഇ ആൻഡ് എ. മാത്സ് എത്രയാണ്? ബിയുടെ മാത്സ് നോക്കുക. ബിയുടെ മാത്സ് എത്രയാണ്? 82 ആണ് അല്ലേ? ബ്ലൂ 82 ആണ്. മാത്സ് ഈസ് ഈസിയർ ഫോർ ബി ദാൻ ഫോർ ഇ ആൻഡ് എ. എയുടെ മാത്സ് നോക്കിയേ 78 ആണ്. എയുടെ മാത്സ് 78 ആണ്. ഇയുടെ മാത്സ് എത്രയാണ്? ഇയുടെ മാത്സ് 93 ആണ്. കണ്ടോ? ഇയുടെ മാത്സ് 93 ആണ്. ഓക്കെ, അപ്പോൾ ബിയുടെ മാത്സ് 82 ആണ്, എയുടെ മാത്സ് 78. പക്ഷേ ഇയുടെ മാർക്ക് എത്ര വന്നു? ഇയുടെ മാത്സ് എത്ര വന്നു? 93 വന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും എനെ വെട്ടിച്ചു. അപ്പോൾ ഇത് പറയാൻ പറ്റില്ല, ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഓക്കെ, അപ്പോൾ ഈനെക്കാട്ടും കുറവ് മാർക്കാണ് ബിക്ക് കിട്ടിയിരിക്കുന്നത്, 82. മനസ്സിലായല്ലോ? ഇനി ഫിസിക്സ് ഈസ് ഈസിയർ ഫോർ സി ദാൻ ഫോർ ബി ആൻഡ് ഇ. ഓക്കെ, അപ്പോൾ സിയുടെ ഫിസിക്സിൻ്റെ മാർക്ക് നോക്കാം. ഫിസിക്സ് ഓറഞ്ചാണ്, 87. സിയുടെ മാർക്ക് 87 ആണ്. ഇനി ദാൻ ഫോർ ബി ആൻഡ് ഇ. ബിയുടെ ഫിസിക്സിൻ്റെ മാർക്ക് എത്രയാണ്? 65 ആണ്. ഓറഞ്ചാണ് ഫിസിക്സ്, 65. ഇ നോക്കിയേ, ഇ എത്രയാണ്? 69 ആണ്. ഓക്കെ, അപ്പോൾ ഇത് കറക്റ്റ് ആയല്ലോ. ഫിസിക്സ് ഈസ് ഈസിയർ ഫോർ സി ദാൻ ഫോർ ബി ആൻഡ് ഇ. ബിനേക്കാളും ഇനേക്കാളും ആർക്കായിരുന്നു എളുപ്പം? സിന്. അപ്പോൾ ഒബ്വിയസ്ലി മാർക്ക് കൂടുതൽ ആർക്കാണ് കിട്ടേണ്ടത്? ഫിസിക്സിൽ സിക്കാണ് കിട്ടേണ്ടത്. അങ്ങനെയാണ് വന്നിരിക്കുന്നത്. 87 ആണ് സിക്ക് കിട്ടിയിരിക്കുന്നത്, ബിക്ക് 65 ആണ്, ഇക്ക് 69 ആണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ്. ബാക്കി രണ്ടും എന്തായിരിക്കും? തെറ്റായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതൊന്ന് നോക്കുക. ഇതായിരിക്കും കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ? അപ്പോൾ ഇതൊക്കെയായിരുന്നു. ഇനിയുണ്ടോ? ഇതൊക്കെയായിരുന്നു 13 ഒക്ടോബർ ഫസ്റ്റ് ഷിഫ്റ്റിൽ ചോദിച്ച മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇതെന്താണ്? കുറച്ച് ടഫാണ്. കാരണം എന്താണ്? ഭയങ്കര കാൽക്കുലേറ്റീവ് ആണ്. പിന്നെ കുറച്ച് ക്വസ്റ്റ്യനിൽ നമുക്ക് ഐഡിയ ഒന്നും കിട്ടില്ല. അപ്പോൾ ഇതെന്താണ്? ഇതിൽ എന്തായാലും നോർമലൈസേഷനൊക്കെ വരും. അപ്പോൾ നിങ്ങൾ ഇതുപോലത്തെ ഒരു പേപ്പറാണ് എക്സാമിന് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ വറീഡ് ആവാതെ നിങ്ങൾക്ക് അറിയാവുന്നത് നിങ്ങൾ ചെയ്തു നോക്കുക. പക്ഷേ വിത്തിൻ ഫുൾ ആക്യുറസിയിൽ, അതായത് ഒന്നും തെറ്റിക്കാതെ നിങ്ങൾക്ക് അറിയാവുന്ന മാത്രം അറ്റംപ്റ്റ് ചെയ്യുക, നന്നായിട്ട് മാർക്ക് മേടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും നോർമലൈസേഷനൊക്കെ കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് ഡി എയും മറ്റു ക്വസ്റ്റ്യൻസിനും കാൽക്കുലേഷനാണ് മുൻപന്തിയിൽ നിൽക്കുന്നത്. കാൽക്കുലേഷൻ സ്ട്രോങ് ആക്കിയാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ കാൽക്കുലേഷൻ ദിവസവും പ്രാക്ടീസ് ചെയ്ത് സെറ്റാക്കുക. ഓക്കെ ആണോ? അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോസിൽ കാണാം. ബൈ.